Good afternoon, all. Good afternoon, madam. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, തുടങ്ങാം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖാണ് മാം. ഓക്കെ. മാം 2 ദിവസമായിട്ടില്ലായിരുന്നല്ലോ. ഇല്ല, എനിക്ക് വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ വരാൻ പറ്റില്ല. വേറെ അവർ ഉണ്ടായിരുന്നു. മാഡത്തിന് സുഖമാണോ? ഓക്കെ, സുഖാണ് ഫൈൻ. ഓക്കെ. മിസ് ഇല്ലാത്തതുകൊണ്ട് സുഖമല്ലായിരുന്നു ക്ലാസ്. ഓക്കെ. നിങ്ങള് മറ്റേ വന്ദന മിസ്സിനോട് അന്വേഷിച്ചെന്ന് വന്ദന മിസ് പറഞ്ഞായിരുന്നോ? മിസ്സിനെ അന്വേഷിച്ചു. ഞങ്ങളെ അന്വേഷിച്ചിരുന്നു 2 ദിവസമായിട്ട് കാണാണ്ടായപ്പോ. ഇന്ന് അതിന് മാത്രം 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്. 3 മണി വരെയായിരുന്നു. Okay, thank you. താങ്ക് യു മാം. ഓക്കെ, നവ്യ ടീച്ചർക്ക് ഇന്ന് നവ്യ ടീച്ചർ എന്റെ ക്ലാസ് കൂടുതൽ എടുത്തായിരുന്നല്ല, അപ്പൊ നവ്യ ടീച്ചർക്ക് പകരം ഞാനിന്ന് എടുക്കും. ഇന്ന് 3 മണി വരെ ഉള്ളൂ. ഇന്ന് 3 മണി വരെ ഉള്ളൂ. 3 മണി കഴിഞ്ഞാൽ എനിക്ക് ലീവ് ചെയ്യാം. ഓക്കെ മാം. നമുക്കത് തുടങ്ങാം. ഓക്കെ, എന്താ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? മാം ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. എല്ലാവരും കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചു മാം. കഴിച്ചു മാം. ഓക്കെ മാഡം വീഡിയോ ഓഫാണോ? എന്താ പ്രീതി എന്താ പറഞ്ഞേ? വീഡിയോ ഓഫാണോ മിസ്? മാഡത്തിനെ കാണാൻ പറ്റുന്നില്ലായിരുന്നേ, അത് ഓഫ് ആയിട്ടാണോ? അല്ലല്ല, വീഡിയോ ഓൺ ആണല്ലോ. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ അതോ പ്രീതിക്ക് മാത്രമാണോ? എല്ലാവർക്കും കാണുന്നുണ്ട്. പ്രീതി ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വീണ്ടും കയറി നോക്ക്. ശരി. ഓക്കെ ശരി. കാണുന്നില്ല, മിയാക്ക് കാണുന്നില്ല. മിയ നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ഒന്ന് ഇറങ്ങിയിട്ട് കയറി നോക്കാം ട്ടാ. ഓക്കെ ആദരിക്കൊക്കെ കാണാം. ഓക്കെ. പേജ് നമ്പർ ഏതാണ്? നമ്മൾ ഫങ്ഷൻസ് ഓഫ് 26 ആണ് പേജ് നമ്പർ. ഓക്കെ. ഇത് നമ്മൾക്ക് എടുക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ് ആണ് അല്ലേ? ഇടത്തോടത്തോളം ആദ്യം സംശയമൊന്നുമില്ലല്ലോ എല്ലാവർക്കും? No doubt. താങ്ക് യു. ഓക്കെ, എന്നാ അപ്പൊ നമുക്ക് 106 പേരുണ്ട്. ഓക്കെ, നമുക്ക് 3 മണി വരെ ഉണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇന്റർവെല്ലൊക്കെ തരാം കേട്ടോ. 5 മിനിറ്റ് ഇന്റർവെല്ലൊക്കെ വെള്ളമൊക്കെ കുടിച്ച് ഒരു ഫ്രഷ് ആവാനായിട്ട് സമയമൊക്കെ തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ് തുടങ്ങാം. ഔട്ട് പേഷ്യൻസിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരെയും, നമുക്ക് ഡിസ്റ്റർബൻസ്. Okay, ma'am.
ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യൻസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഔട്ട് പേഷ്യൻസ് പ്രവർത്തിക്കുന്നതെന്ന്. ഏർലി ഡയഗ്നോസിസ്, കറക്റ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി സർവീസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാൽ എന്താ? ആംബുലേറ്ററി അടിസ്ഥാനത്തിൽ. ആംബുലേറ്ററി എന്ന് വെച്ചാൽ എന്താ? The patient is able to walk around. ചുറ്റിലും പേഷ്യൻസിനെ കൊണ്ട് നടക്കാൻ പറ്റണത്. പേഷ്യൻസിനെ ചുറ്റിലും നമ്മളെ ഹോസ്പിറ്റലിന്റെ അറൗണ്ട് വാക്കബിൾ ടു എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലില് ചുറ്റിലും നടക്കാൻ പറ്റണത്. ഓക്കെ, അപ്പൊ അങ്ങനെ സഞ്ചരിക്കണ ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിന് നല്ല ഡയഗ്നോസിസ് കൊടുക്കാം. ഇപ്പൊ എന്താ മെസ്സേജ് ചെയ്ത് കണ്ടില്ലല്ലോ? മാം മൊഡ്യൂൾ ആൻഡ് ചാപ്റ്റർ നെയിം പ്ലീസ്. മൊഡ്യൂൾ ഏതാ? മൊഡ്യൂള് 3 ആണ്. അല്ല 1 അല്ലേ? 1 മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 എന്തേലും മറ്റേ PDF ഫോം ആയതുകൊണ്ട് നിനക്കത് മനസ്സിലാവില്ല. ടെക്സ്റ്റിൽ ഉള്ളവരൊന്ന് പറഞ്ഞു കൊടുത്തേ. മൊഡ്യൂൾ 1 ഔട്ട് പേഷ്യന്റ് എന്നുള്ള ചാപ്റ്റർ എത്ര? ചാപ്റ്റർ 6. ഇതില് എന്തേലും ചാപ്റ്റർ 6 ബുക്കുള്ളവർക്ക് വേറെ ആയിരിക്കും. 26 പേജ്, പേജ് നമ്പർ 27. പേജ് നമ്പർ 27 ഫസ്റ്റ് മൊഡ്യൂള്. ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ഫങ്ഷൻസ്. ഫസ്റ്റത്തെ ഫങ്ഷൻസ് എന്താ? ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തില് നേരത്തെ തന്നെ ഡയഗ്നോസിസ് ചെയ്യണം. എന്നുവെച്ചാ രോഗം കണ്ടുപിടിക്കണം. ഏർലി ഡയഗ്നോസിസ്. പിന്നെന്താ? കറേറ്റീവ്. കറേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? രോഗശമനം, രോഗശാന്തി. പിന്നെന്താ? പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രതിരോധിക്കുക. ഇപ്പൊ ആംബുലേറ്ററി സർവീസിൽ ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേഷ്യൻസിന് നേരത്തെ തന്നെ ഡയഗ്നോസിസും ഈ പറഞ്ഞ പോലെ പ്രിവെന്റീവും കറേറ്റീവും റിഹാബിലിറ്റേറ്റീവ് കെയർ ഒക്കെ കൊടുക്കണം. അതാ പറഞ്ഞത്. പുനരധിവാസ പരിചരണം. അതിന് റിഹാബിലിറ്റേറ്റീവ് കെയറും പ്രിവെന്റീവും കറേറ്റീവും ഡയഗ്നോസിസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരിക്കണം ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റിന്റെ കാര്യമാണ് നമ്മൾ പറയണേ. OPD, ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ ഒരു ഹോസ്പിറ്റലിന്റെ നല്ലൊരു നടത്തിപ്പിന് വേണ്ടിയിട്ട്, നല്ല ആ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കറക്റ്റ് ഇഷ്ടപ്പെടാനൊക്കെ ആയിട്ട് നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാൽ ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ചുറ്റിലും വാക്ക് അറൗണ്ട് പറ്റൂ ആ പേഷ്യന്റിന് കറക്റ്റ് ആ ഹോസ്പിറ്റലിൽ നടക്കണ ചുറ്റിലും സഞ്ചരിക്കുന്നതാണ് കറക്റ്റ് മീനിങ്. പക്ഷെ ഇവിടെ വരുന്നത് നമ്മൾ ആ പേഷ്യൻസിന് ചുറ്റിലും ആ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ പെട്ടെന്ന് ആവാനും നല്ല രീതിക്ക് ആവാനും അതാണ് ചുറ്റിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ നൽകണം? നേരത്തെ തന്നെ ഡയഗ്നോസിസ് ചെയ്യണം. രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് വേഗം നമ്മൾ കറക്റ്റീവ് രോഗശാന്തി കൊടുക്കണം. പിന്നെ പ്രിവെന്റീവ്, അത് പ്രിവെന്റീവ് ആവാനും ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കണം. പുനരധിവാസത്തിനുള്ള കെയർ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്യാനുള്ള ഒരു ഇത് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഫങ്ഷൻസ്. രണ്ടാമത്തെ എന്താ? എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അതും ഇതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. എഫക്റ്റീവായ ഫലപ്രദമായ നല്ല ചികിത്സ തന്നെ കൊടുക്കണം. എന്തിന്റെ അടിസ്ഥാനത്തില്? ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തില്. ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ? ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ നല്ല രോഗം കണ്ടുപിടിക്കണം, രോഗം നിർണ്ണയിക്കണം, അതുപോലെ തന്നെ രോഗശാന്തി, ശമനം കൊടുക്കണം, പ്രിവെന്റീവ് റിഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റും ആ ഹോസ്പിറ്റലിൽ കിട്ടണം. അപ്പൊക്കെ ആ ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളാണ് ഇത് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വല്ലവർക്ക് ഇങ്ങനൊക്കെ ഉള്ള കാണുമ്പോൾ നല്ല ട്രീറ്റ്മെന്റ് ആണ് അവിടെ. നമ്മൾ പറയും ആ ഹോസ്പിറ്റലിൽ പോയാൽ നല്ല ട്രീറ്റ്മെന്റാ, പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കിട്ടാൻ പറ്റും, ഫാർമസിയിലൊന്നും അധികം തിരക്കില്ല, നല്ലൊരു എന്ന് നമ്മൾ തന്നെ സ്വയം പറയും. അതാണ് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും പറഞ്ഞത്. നെക്സ്റ്റ് എന്താ? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താ?
നമ്മൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം, ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അവസ്ഥ, അഡ്മിഷൻ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യന്റിനെ പ്രവേശിപ്പിക്കുകയുള്ള, അപ്പൊ ആ ഹോസ്പിറ്റലില് പേഷ്യൻസിന് ഫസ്റ്റ് തന്നെ വരുമ്പോ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു പേഷ്യൻസിന്റെ ഒരു മിനിറ്റ് ജസ്റ്റ് വന്നിട്ട് ഓക്കെ. കേൾക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല, മിസ് ഇവിടെ ഇണ്ടിട്ടാ, പോയിട്ടില്ല, ഒന്നും പറഞ്ഞില്ല, കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ പറയാനുള്ളൂ, പറഞ്ഞില്ല, ഇത്ര നേരം ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ കേൾക്കണില്ലേ? ഇപ്പൊ കേൾക്കണില്ലേ? ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇപ്പൊ ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാല്, ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ചുറ്റിലും, ആ ഹോസ്പിറ്റലിന്റെ ചുറ്റിലും കാണുന്നത്, ചുറ്റിലും എന്തൊക്കെയുണ്ട്, ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ശരിക്കും മീനിങ് വരുന്നത് സഞ്ചരിക്കുന്ന സ്ഥിരമല്ലാത്തന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആ ആംബുലേറ്ററി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ദ പേഷ്യന്റ് ഈസ് ഏബിൾ ടു വാക്ക് അറൗണ്ട് എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഫംഗ്ഷൻ, ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറയണതല്ല. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ പെട്ടെന്ന് കാര്യങ്ങൾ, ഏർലി ഡയഗ്നോസിസ്, കറക്റ്റീവ്, പ്രിവെന്റീവ്, പിന്നെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, അതൊക്കെ ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനം വെച്ചാൽ ആ ഹോസ്പിറ്റലിലുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റലിലുള്ള അങ്ങനത്തെ ഉള്ള ഇങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് ആയാലും കറക്റ്റീവ്, പ്രിവെന്റീവ് എന്നൊക്കെ പറഞ്ഞാലും അത് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഹോസ്പിറ്റലിൽ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതാണ് അവർ ഉദ്ദേശിച്ചത് ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാൽ. അതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ അതവിടെ നടക്കണ, അതവിടെ ഉണ്ട് ഉള്ള സൗകര്യങ്ങൾ. ഓക്കെ ഓക്കെ. ഹോസ്പിറ്റലിൽ ഉള്ള സൗകര്യങ്ങളില് നമ്മൾ പുറത്ത് പോയി ചെയ്യണതല്ല, ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാം, ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെയിറ്റ് ചെയ്യണ്ട. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെങ്കിൽ എക്സ്റേ അവിടെ തന്നെ പോവാം. അവിടുത്തെ സ്റ്റാഫും നമ്മളെ നോക്കുന്ന ആൾക്കാരൊക്കെ നല്ല കറക്റ്റ് ആണെങ്കിൽ നമുക്ക് തിക്കും തിരക്കിലും ഉണ്ടാവില്ല. ചില ഹോസ്പിറ്റലൊക്കെ ഒരു പേഷ്യന്റിനെ കൊണ്ട് ഭയങ്കര വയ്യാത്ത പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ദൂരെ നേരം വെയിറ്റ് ചെയ്യണം. നമ്മള് ക്യൂ ഉണ്ടാവും. രാവിലെ 10 മണിക്ക് നമ്മൾ വന്നാലും ചിലപ്പോൾ വൈകുന്നേരം 5 മണിക്കായിരിക്കും നമ്മൾ ഡോക്ടറെ കണ്ട് പോണത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ എന്താ പറയാ, ഡോക്ടർ കുഴപ്പമില്ല, അവിടുത്തെ മരുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ അവിടെ നിൽക്കണത് എന്തോരം നേരം നമ്മൾ അവിടെ നിൽക്കണം. അത്രയും നേരം നിൽക്കുക, അത് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. ആ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വന്നു, അവിടെ ആ സംവിധാനം ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി അവർക്ക് തിരക്ക് നോക്കിയായിരുന്നു. അതിന് എന്താന്ന് വെച്ചാൽ അവിടെ ചെയ്യേണ്ടത് ആ ഹോസ്പിറ്റലുകാര് അവിടെ ആരാന്ന് വെച്ചാൽ അതിന്റെ മാനേജ്മെന്റ് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് അത്രയും നേരം അവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അതൊക്കെ അവിടുത്തെ ഒരു ലിമിറ്റ്, നമുക്ക് അതിന്റെ ഒരു നെഗറ്റീവ് ആണത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഹോസ്പിറ്റൽ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടി നമ്മൾ പറയുന്നത് എങ്ങനെ നിൽക്കെല്ലാം ശരിയായില്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ നടന്നില്ലേ, പെട്ടെന്നൊന്നും നടന്നില്ല എന്ന് നമ്മൾ പറയും. ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും. നമുക്കൊരു ചെറിയൊരു ഇഷ്ടമുണ്ട്, പക്ഷെ നമ്മൾ ആ ഇഷ്ടം പോലും മറച്ചു വെച്ച് കൂടുതൽ നെഗറ്റീവാണ് പ്രദർശിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാ, അവർക്ക് അത്രയും ആ എഫേർട്ട് ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അത്രയും അവർ ബുദ്ധിമുട്ടി. ഓക്കെ. അപ്പൊ അവിടെ അത്രയും സംവിധാനങ്ങൾ, ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ആ നേരത്തെ രോഗം നിർണ്ണയിക്കാൻ പറ്റിയില്ല, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയില്ല. ഫാർമസി ചെന്നപ്പോൾ അവിടെയും ഭയങ്കര ഒരു ഇത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ഉണ്ടാവുക, അവർക്ക് നല്ല ഡോക്ടറാണ്, നല്ല മരുന്നാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടാണ്ട് വരും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ. അതാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ. അവിടെ സൗകര്യങ്ങൾ ഉണ്ട്, ആ ഹോസ്പിറ്റൽ അതിനുള്ള എല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്. പിന്നെന്താ, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാനായിട്ട്, ആ ഹോസ്പിറ്റലില് പേഷ്യന്റിനെ പ്രവേശിപ്പിക്കുന്നതിനുള്ള ആ ഒരു ഇത്, നമ്മൾ എങ്ങനെയാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിനെ നമ്മൾ അഡ്മിഷൻ ചെയ്യണം. എങ്ങനെ, പേഷ്യൻസിനെ കണ്ടു, രോഗം നിർണയിച്ചു, പേഷ്യൻസിനെ അപ്പൊ തന്നെ, ഇപ്പൊ രാവിലെ ഒരു OP-യിൽ വരുന്ന പേഷ്യന്റ് നമ്മൾ അപ്പൊ തന്നെ OP-യിൽ പേഷ്യൻസിനെ ഡോക്ടർ പരിശോധിച്ച് റിസൾട്ട്, ബ്ലഡ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, ബ്ലഡ് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ റിസൾട്ട് കണ്ട്
നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്ത് ഒരു 2 മണി 3 മണി ആയിട്ടും ആ പേഷ്യന്റ് ഒ പി തന്നെ ഇരിക്കുക. ഒപ്പിയുടെ അത്രയും നേരം ആ പേഷ്യന്റിന്റെ അപ്പൊ ഉച്ചയാവുമ്പോ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആണ്, നിങ്ങളുടെ റിസൾട്ട് ഒക്കെ കണ്ടെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആയി. പിന്നെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് അത് മോളിൽ പോയി നഴ്സുമാരെന്ന് പറഞ്ഞ് നഴ്സുമാര് വന്നു. ഓരോ കഴിഞ്ഞ് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ പിന്നെ അഡ്മിറ്റ് ആവാൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴായിരിക്കും? ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടാവും, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ? അവർക്ക് അത്രയുള്ള ആ ഒരു നടത്തിപ്പ്, ആ ഹോസ്പിറ്റലിൽ അത്രയുള്ള ആ ഒരു സ്ക്രീനിങ് അവിടെ അത്രയും ഇത് നടക്കണില്ല. പക്ഷെ നല്ലൊരു നല്ല എല്ലാത്തിലും പെട്ടെന്ന് ഇപ്പൊ അഡ്മിഷൻ നടന്നു. പേഷ്യൻസിന് ഡോക്ടർ കണ്ടപ്പോ തന്നെ പറയുന്നത് ഈ പേഷ്യൻസിന് അഡ്മിറ്റ് ആണ്. അപ്പൊ തന്നെ അഡ്മിറ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പൊ തന്നെ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ രോഗിനെ കൊണ്ടുപോയി എവിടെ ചെയ്തു? റൂമിൽ കൊണ്ടുപോയി അഡ്മിഷൻ ആക്കി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ. പിന്നെ ഫോളോ അപ്പ്, നമ്മൾ ഫോളോ അപ്പ് എടുക്കണം. കെയർ ആഫ്റ്റർ ഡിസ്ചാർജും എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും നമ്മൾ പരിചരിക്കണം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാലും. ഇപ്പൊ നമ്മൾ അഡ്മിഷന്റെ കാര്യം പറഞ്ഞു. ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നു, അഡ്മിഷൻ എടുത്തു. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ പേഷ്യന്റിനെ റൂമിൽ കൊണ്ടുവന്നാക്കി അവിടെ തന്നെ എല്ലാ കാര്യവും ചെയ്ത് അഡ്മിഷൻ ആക്കിയതിന് ശേഷം പേഷ്യന്റിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടട്ടെ എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ ആക്കാന്ന് പറയരുത്. അപ്പോഴും ആ പേഷ്യന്റ് അവിടെ വെയിറ്റ് ചെയ്യാണ്. പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്തായിരിക്കും? അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ബുദ്ധിമുട്ടില്ലാണ്ട് അവർ ഹോസ്പിറ്റലിൽ വരില്ല. അപ്പൊ അവർ അത്രയും നേരം അഡ്മിറ്റ് ഇവരെന്താ ആലോചിക്കണേ? എന്തായാലും അഡ്മിഷനായി, ഒന്ന് കിടന്നാ മതി, ഇവരൊന്ന് റൂമ് തന്നാ മതി, ഒന്ന് കിടന്നാ മതി എന്നായിരിക്കും ഒരു പേഷ്യന്റും അവരെ ബൈസ്റ്റാൻഡറും ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ പേഷ്യന്റ് ഇങ്ങനെ ഇരുത്തി വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞത് 3ാമത്തെ പോയിന്റ്, സ്ക്രീനിങ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞു. പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്തു? റൂമിൽ കൊണ്ടുവന്നു, അഡ്മിഷൻ ചെയ്തു, കെയർ കൊടുത്തു. പേഷ്യന്റിന് ആ സമയത്തുള്ള കെയർ കൊടുത്തു. ഡിസ്ചാർജ് എന്ന് നമ്മളോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു പേഷ്യന്റ് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ആ പേഷ്യന്റിനെ മൈൻഡ് ചെയ്യണ്ട, ആ പേഷ്യന്റിന്റെ അസുഖമൊക്കെ മാറി ഡിസ്ചാർജ് ആണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് വേണം? പേഷ്യന്റ് ഡിസ്ചാർജ് ആണെങ്കിലും ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ ഇതുവരെയും ആ പേഷ്യന്റിന് ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയ സമയത്ത് ഇതുവരെയും എന്താണോ ചെയ്തിരുന്നത് അത് ഡിസ്ചാർജ് ആയി ആ ഹോസ്പിറ്റലിൽ പോണ വരെയും നമ്മൾ ആ പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്യണം. എന്തിനൊക്കെ? കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് നമ്മൾ കെയർ കൊടുക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇപ്പൊ 4 പോയിന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ പേജ് നമ്പർ പറയണമെന്നാണോ പറഞ്ഞേ? ഓക്കെ, 27 പേജ് നമ്പർ 27. ഔട്ട് പേഷ്യൻസിന്റെ ഫങ്ഷൻസ് കിട്ടാത്തവർ ഒന്നും കൂടി ഓർക്കുക. പേജ് നമ്പർ 27, ഫങ്ഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ പോയിന്റുകൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ ആ പേഷ്യന്റ് ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചാൽ കുറച്ച് പേര് ഇപ്പൊ ജോയിൻ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണേ. കേൾക്കുന്നവർക്ക് ദേഷ്യം തന്നെ ഉണ്ടാവും. ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. സോറി, ഇപ്പൊ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയണേ, ശ്രദ്ധിക്കാം. ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലുള്ള സൗകര്യത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിന് ഏർലി ഡയഗ്നോസിസ്, പെട്ടെന്ന് രോഗം നിർണ്ണയിക്കണം. അതുപോലെ തന്നെ കറക്റ്റീവ് ചെയ്യണം. പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കണം. പുനരധിവാസം അല്ലെങ്കിൽ അവർക്കുള്ള പരിചരണം, പ്രതിരോധിക്കണം, രോഗശമനം, രോഗശാന്തിക്ക് എല്ലാവരും നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. രണ്ടാമത്തത് ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ എഫക്റ്റീവായ ട്രീറ്റ്മെന്റ് കൊടുക്കണം. നല്ല ഫലപ്രദമായ ചികിത്സ വേണം അവർക്ക് കൊടുക്കാൻ. മൂന്നാമത്തെ എന്താ? അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ എന്ന് വെച്ചാൽ എന്താ? ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞു എന്താ? പേഷ്യൻസിന്റെ ഫുൾ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ട് അത് കറക്റ്റ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ സമയത്ത് നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ എന്താ? അഡ്മിഷൻ ചെയ്തു. ആ ചെയ്ത പേഷ്യന്റിനെ നമ്മള് ഡിസ്ചാർജ് ആവുമ്പോഴും ആഫ്റ്റർ ഡിസ്ചാർജ് ആവുമ്പോഴും ആ പേഷ്യൻസിന് നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ കെയർ കൊടുത്തത് അതേപോലെയുള്ള ഫോളോ അപ്പ് കെയർ കൊടുക്കണം. ഫോളോ ചെയ്യണം, അവര് ഫോളോ അപ്പ് എടുക്കണം. ഇന്നലെ കൊടുത്ത പോലെ ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ആ പേഷ്യന്റ് ഇന്ന് ഡിസ്ചാർജ് അതിന് ഇന്ന് ഒന്നും കൊടുക്കണ്ട. അവര് പോവാനുള്ളതല്ലെന്ന് വിചാരിക്കരുത്. ഇന്നലെ എങ്ങനെയാണോ നോക്കി
നോക്കിയത് ഇന്നും അതുപോലെ തന്നെ അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോണ വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്തിന്റെ കാര്യത്തില്? കെയറിന്റെ കാര്യത്തില്. ഓക്കെ, ഈ 4 പോയിന്റ് കിട്ടിയില്ല എല്ലാവർക്കും? ഇനി പറയണ്ടല്ല, ഒന്നുമില്ല, സിമ്പിൾ അല്ലേ? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ, മൂന്നാമത്തെ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റലിൽ. പിന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് എന്തിനാ? കെയർ ആൻഡ് കെയർ ഡിസ്ചാർജ്. ഓക്കെ, ഇനി നമ്മൾ പറയാം നെക്സ്റ്റ് പ്രൊമോഷൻ. എന്താ പ്രൊമോഷൻ ചെയ്യാ? ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെന്താ? ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക്, ചിലവർക്ക് അറിയാം, അവർ കറക്റ്റ് ആയിട്ട് രാവിലെ എണീറ്റ് യോഗ ചെയ്ത് എക്സസൈസ് ചെയ്ത് അവരവരുടേതായ രീതിയിൽ അവർക്ക് അതിന്റെ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടും. ചിലവര് യൂട്യൂബ് കണ്ടായാലും, ചിലവര് മറ്റുള്ളവർ ചെയ്ത്, ചിലവര് മോട്ടിവേഷൻ ക്ലാസ് അങ്ങനെയൊക്കെ കിട്ടി അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ അറിയാം. അവർക്ക് അതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കടമ എന്താ? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു ക്ലാസ് എടുത്തു കൊടുക്കുക ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച്. അവർക്ക് അതിനെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? ആരോഗ്യത്തെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കണം. നമ്മൾ പ്രൊമോഷൻ ചെയ്യണം. അപ്പൊ അവരെ ആരോഗ്യ വിദ്യാഭ്യാസത്തെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കണം. അതാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് എന്താ? റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ എന്താ? പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന്റെ റെൻഡറിങ്. പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന്റെ റെൻഡറിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അങ്ങനെ ആയിത്തീരും. ആരായിട്ട്? പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആ ഒരു പ്രിവെന്റീവ് എന്ന് വെച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു റെൻഡറിങ് ആയിത്തീരണം. നമുക്ക് അതിനുള്ള ഒരു റെസിസ്റ്റന്റ് പവർ കിട്ടണം. നമ്മള് എല്ലാവരും നമ്മൾക്ക് എന്താ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ്? പെട്ടെന്ന് നെർവസ് ആവും. ചിലവർക്ക് നല്ല മെന്റലി പവർ ആയിരിക്കും. എന്ത് കേട്ടാലും എന്താ അവർക്കൊതൊന്നുമല്ല. അപ്പൊ പെട്ടെന്ന് ഒരാളോട് ഒരു അസുഖം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ പേഷ്യന്റിനോട് പറയില്ല ഇന്ന അസുഖമാണെന്ന്. അവർക്ക് കുറച്ച് നാളുള്ളൂ വലിയ അസുഖമൊക്കെ എഴുതിയ ഡോക്ടർമാർ എന്ത് പറയും? കൂടെ ആരാ വന്നേക്കണ ആളെ വിളിക്കാൻ പറയും. അപ്പൊ നമ്മുടെ റിലേറ്റീവ് ഉണ്ടാവും, ബൈസ്റ്റാൻഡർ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ബൈസ്റ്റാൻഡറിനെ വിളിച്ചിട്ട് പേഷ്യന്റിനെ പുറത്ത് നിർത്തിയിട്ട് ബൈസ്റ്റാൻഡറോട് ഡോക്ടർമാർ വിവരം പറയുള്ളൂ. കാരണം എന്താ? പെട്ടെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ അവസ്ഥ ഒന്നും കൂടി ഇതാവും. പേഷ്യൻസിന്റെ മെന്റലി പറയുന്നുണ്ടാവും. ചില പേഷ്യൻസ് ആണെങ്കിൽ എന്താ? എന്ത് കേട്ടാലും അവർക്കറിയാം. ചിലവർക്ക് അസുഖം സിംറ്റംസ് കാണുമ്പോ തന്നെ അറിയാം എനിക്ക് ഇതാണ് അസുഖം, എനിക്ക് എന്റെ കാര്യം, എനിക്ക് അധികം നാളില്ല എന്നുള്ള ആ ഒരു മെന്റലി പവർ അവർ സ്വയം മൈൻഡിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഇതുണ്ടാവും. അപ്പൊ റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് റെൻഡറിങ് എന്ന് പറയുന്നത് ആക്കി തീർക്കുക എന്ന് വെച്ചാൽ രോഗങ്ങൾ തടയാനായിട്ടില്ലേ? നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൽ എന്ന് വെച്ചാൽ കെയർ കൊടുത്തിട്ട് അതിന്റെ ആ ഒരു നമ്മൾ നല്ലൊരു തയ്യാക്കി തീർക്കുക. റെൻഡറിങ് ചെയ്യാം. നമ്മൾ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, ആരോഗ്യം, നമുക്കിത് മനസ്സിലൊന്നും പറഞ്ഞു പഠിപ്പിക്കാം. നമ്മുടെ മനസ്സിന് ഒരു ഇത് കൊടുക്കുക, അതാണ് ആക്കി തീർക്കുക എന്ന് പറയുന്നത് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മുടെ രോഗങ്ങൾ തടയാനായിട്ട് ആരോഗ്യ സംരക്ഷണം നമ്മൾ മനസ്സിൽ പറയാം. മരുന്നൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നല്ല മൈൻഡ് സ്ട്രോങ് ആയി അവരെ മൈൻഡുള്ളവർക്ക് എന്തായിരിക്കും? മരുന്നൊന്നും കഴിക്കണ്ട. അവർക്ക് എന്ത് കേട്ടാലും അങ്ങനെ ഒരു കുലുക്കമില്ല. ചിലവർക്ക് ഭയങ്കര വീക്കായവരെന്തായിരിക്കും? എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും, BP പ്രഷർ കയറും. ചിലപ്പോ പ്രഷർ കയറുമ്പോൾ ഒരു ഭാഗം പാരലൈസ് ആവും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാ? അവർക്ക് അതിനുള്ള ഇതില്ല. അപ്പൊ നമ്മളത് ആക്കി തീർക്കണം. റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. നമ്മൾ എന്താ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മളത് ആക്കി തീർക്കാം, നമ്മുടെ മൈൻഡിനെ ആക്കി തീർക്കാം. ഓക്കെ, അതൊരു ഫങ്ഷൻസിൽ പെട്ടതാണ് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. നമ്മളിങ്ങനെ ആക്കി തീർക്കണത് നമ്മുടെ കൂടെയുള്ള നഴ്സാ, ഡോക്ടറാ, നല്ല നഴ്സൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ഇതൊക്കെ സിമ്പിൾ ആണ്, ഇതൊക്കെ സാധാരണ കാണാണ് നമ്മളോട് പറയും. അതാണ് ഇവിടെ അവര് മെയിൻ ചെയ്യുന്നത്. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്ടർമാര് നമ്മളോട് പറയാണ് നിങ്ങൾ പേടിക്കണ്ട, ഇതൊക്കെ സാധാരണ, ഇതെല്ലാം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളത് നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് വന്നു. എനിക്കൊന്നുമല്ല, ഡോക്ടർ ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, ഒന്നുമില്ല. അപ്പൊ നമ്മളുടെ മനസ്സിൽ അതായി. അപ്പൊ അതാണ് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ട്, പ്രിവെന്റ് ചെയ്യാനായിട്ട്.
വിൽ പവർ. ഓക്കെ 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 വിൽ പവർ അല്ലേ റെൻഡറി. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മള് ഒരു വിൽ പവർ കൊടുത്ത് നല്ലൊരു ഇത് കൊടുത്തിട്ട് നമ്മൾ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, ആരോഗ്യത്തെ എങ്ങനെ ഹെൽത്ത് കെയർ ചെയ്യണം, പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ആ റെൻഡറിങ് നമ്മളത് ആക്കി തീർക്കാം നമ്മുടെ മനസ്സിനെ. ഓക്കെ, അതിനുള്ള ഒരു കഴിവ് എവിടെ വേണം, മൈൻഡ് സെറ്റ് ആക്കുക. ഓക്കെ ഓക്കെ, അത് തന്നെ. അതിന് പല വേടുണ്ട്, അത് നിങ്ങൾക്ക് യോജിച്ച് തീർത്തു ആക്കി തീർക്കുക. അതാണ് മെയിൻ ആസ്ക്. എന്താക്കി തീർക്കണം, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആക്കി തീർക്കുക. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഹെൽത്ത് കെയറിന് ആരോഗ്യത്തിന് നല്ലൊരു ഇത് കൊടുക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. അതാണ് പറയണത്. പിന്നെന്താ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ചെയ്യണം ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത് നമ്മൾ മുമ്പ് പറഞ്ഞു, ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇല്ലേ, അത് തന്നെയാണ്. അവർക്ക് വീണ്ടും നമ്മൾ ക്ലാസ് കൊടുക്കാനാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ മുഖേന ആരോഗ്യത്തെ കുറിച്ച് പ്രൊമോഷൻ കൊടുക്കാം പേഷ്യൻസിന്. അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യണം. ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റലിൽ പെട്ടെന്നുള്ള ഇതിൽ നമുക്ക് ഹോസ്പിറ്റലൊന്നും പോലും തോന്നൂല അല്ലേ. ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെ, ഇപ്പൊ ഞാൻ എന്റെ വാപ്പച്ചിക്ക് കുറച്ച് കൊറോണ വന്ന സമയത്ത് ഭയങ്കര ലങ്സിൽ ന്യൂമോണിയ കൂടി ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇങ്ങനെ ആംബുലൻസിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും വെന്റിലേറ്റർ പോലും സ്ഥലം ഉണ്ടായില്ല, ഫുള്ള് നിറഞ്ഞു. ആ സമയത്താണ് ഞങ്ങള് പഴങ്ങനാട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞ അപ്പൊ തന്നെ ഒരു ബേസിൽ ബാബു എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്ന് ഞാനും എന്റെ ഇത്താപ്പനെ കടയുടെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഡോക്ടർ ഞങ്ങളോട്, വാപ്പാക്ക് ഒന്നുമില്ല, പക്ഷെ ഞങ്ങളെ വിട്ട ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് എന്താ, വാപ്പാനെ വേഗം എത്തിക്കണം, വാപ്പാക്ക് 20% ഉള്ളൂ, ബാക്കി ലെൻസ് ഒക്കെ ഡാമേജ് ആയി തോന്നുന്നു ഈ കൊറോണ വന്നിട്ട്. അന്ന് ഓക്സിജൻ ലെവലൊക്കെ ഭയങ്കര താഴെയുള്ള. അപ്പൊ ആ സമയത്ത് ഞാനും വേണ്ടി താത്തൊക്കെ ഭയങ്കര കരച്ചില്. പക്ഷെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വാപ്പാക്ക് ഒന്നുമില്ല, ഇതൊക്കെ സിമ്പിൾ അല്ലേ, വാപ്പ ഇപ്പൊ റെഡി ആവുമ്പോൾ പറഞ്ഞ വാപ്പച്ചിനെ വേഗം ഐസിയിൽ കയറ്റി റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാപ്പച്ചിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഡോക്ടർ പുറത്ത് വന്ന് ഞങ്ങളോട് പറഞ്ഞത്, വാപ്പാക്ക് നല്ല മരുന്നൊക്കെ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാട്ടാ, നിങ്ങൾ ടെൻഷനൊന്നും കഴിക്കണ്ട, റൂമിലുള്ള കാര്യമൊക്കെ സെറ്റ് ചെയ്ത് റൂം റെഡിയാക്കി തരാന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ആ ഡോക്ടർ, നമ്മൾ നേരം വെളുക്കുമ്പോ തന്നെ ഡോക്ടർ റൗണ്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും, ഡോക്ടർ പറയുന്നത് എന്താ കേൾക്കണേ നമുക്ക് പോസിറ്റീവായിട്ട് കേട്ടാലല്ലേ. പിറ്റേ ദിവസം ഇമ്പ്രൂവ് ഉണ്ട്, വാപ്പാക്ക് ലെൻസ് അങ്ങനെ ക്ലിയർ ആയി. അങ്ങനെ ഒരാഴ്ച കിടന്ന് നല്ല ക്ലിയർ ആയി. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി വന്ന് ഇപ്പൊ എത്ര കൊല്ലായി. എന്നാലും വാപ്പച്ചിക്ക് എല്ലാ മാസവും ഞങ്ങൾ ചിലപ്പോ 6 മാസം കൂടുമ്പോഴായിരിക്കും ചെക്കപ്പിന് പോണത്, സംഭരിക്കാൻ. ഓക്കെ ഓക്കെ, അവിടെ ഒരു വീടല്ലേ. ഓക്കെ, ഇപ്പോഴും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇത്ര കൊല്ലായി കൊറോണ വന്നിട്ട് ഇപ്പോഴും ഞങ്ങള് ഇപ്പൊ 2 മാസം മുമ്പ് ഞാൻ ഓപ്ഷൻ കൊണ്ട് പോയുള്ളൂ. ചെല്ലുമ്പോ തന്നെ ഡോക്ടർ പറയൂ, വാപ്പാടെ ഈ ഇവരൊന്നും എന്ത് കരച്ചിലായിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ വാപ്പാന്ന്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോഴില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലണ പോലെ ഒരു പ്രതീതിയല്ല, ശരിക്കും വീട്ടിൽ നമ്മുടെ സ്വന്തക്കാരെന്തോ ഒരു വീട്ടിൽ ഞങ്ങള് പോണ പോലെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാപ്പച്ചി എന്റെ മക്കളെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താ, അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അതില് സിസ്റ്റർമാരാണ് അവിടെ ചോറും കറിയൊക്കെ വെക്കുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ ഹോംലി ഫുഡ് പോലെയാണ്. അപ്പൊ ആ വാപ്പച്ചി നമുക്ക് അവിടെ നിന്ന് കയറി ഫുഡൊക്കെ കഴിക്കണം, മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ്. വാപ്പച്ചിയുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയാവും വരുമ്പത്തിനും. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അടിച്ച് കുളിച്ച് ഒരു എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൂ. വാപ്പച്ചിയുടെ ചെക്കപ്പിന് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എല്ലാവരും റെഡിയാവും. കാരണം ഈ ഹോസ്പിറ്റലില് ഞങ്ങൾ അന്ന് നോക്കിയ ഒരു അറ്റൻഡർ ഉണ്ട്, ബേസിക് ഡോക്ടർ, ഒരു മെയിൻ കൂട്ടുകാരൻ. അതുപോലും ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് വാപ്പച്ചിന് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ആ വാപ്പ എന്തായിരുന്നു എന്ന്. കാരണം ഞങ്ങൾ 10-15 ദിവസം അവിടെ കിടന്നതല്ല, ഇത്രയും കൊല്ലായിട്ട് അവർക്ക് നമ്മളെ മറന്നിട്ടില്ല, നമുക്കും അതുപോലെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അതെന്ന് വെച്ചാൽ അതാ ഹോസ്പിറ്റലിന്റെ ഇതാണ്, ഹോസ്പിറ്റലിന്റെ ഫുൾ നേച്ചർ. അതിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടാൽ തന്നെ അത് ഹോസ്പിറ്റലാണെന്ന് പറയില്ല. പിന്നെ എല്ലാവരും ആ ഡോക്ടർ ആയാലും അവിടുത്തെ സ്റ്റാഫ് ആയാലും അവരുടെ ഇത് പോസിറ്റീവ് എനർജിയെ നമുക്ക് തരുള്ളൂ, പോസിറ്റീവ് മോട്ടിവേഷൻ പോലെ ഒരു നല്ലൊരു ഇത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഫുൾ ഹോസ്പിറ്റലിൽ നമ്മൾ എത്ര ഇത് കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല. നമ്മൾക്ക് എത്ര സീരിയസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിലും ഉയർത്തെണീറ്റ് വരും. ആ ഡോക്ടറെ, ആ ബേസിക് ഡോക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ആ ഡോക്ടറെ ഒരേ സംസാരത്തിലും എല്ലാത്തിലും. ഞാൻ എന്റെ കാര്യം പറഞ്ഞോളൂ, ഇപ്പൊ ബേസിക് ഡോക്ടർ അവിടെ ആ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരാളുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അവർക്കറിയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ എനിക്ക് വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അങ്ങനെ ഒരു ഫീലിംഗ് ഇതേവരെക്കും തോന്നിയിട്ടില്ല കേട്ടാ. ഈ സമരത്തെ മാത്രമാണ്. ഞങ്ങളുടെ അവിടെ തന്നെ ഭയങ്കര ദൂരെയാണ് ഈ ഹോസ്പിറ്റലോട്ട്, എന്നാലും ഞങ്ങൾ അവിടെ പോകുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് വേണ്ട, ഇപ്പൊ എനിക്കായാലും എന്റെ ഇത്താർക്കും ആയാലും ഞങ്ങളുടെ കുടുംബത്തിന് ആ ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നതും
ഇതിനെ കുറിച്ച് നമുക്ക് പേടിക്കണ്ട. പിന്നെ വാപ്പിച്ചി ആയാലും എല്ലാവർക്കും ആയാലും അവിടെ ഒരു ഇത് കിട്ടിയത് അവരുടെ ആ പ്രസൻസാ. അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ അത് അതിന്റെ ഫംഗ്ഷൻസിൽ വിടും. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യത്തിലൂടെ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും ഹെൽത്തിൽ കൂടി. അത് നമ്മൾ പ്രൊമോഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അത്ര ഉള്ളു പോയിന്റുകൾ. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫംഗ്ഷൻസ് ഓരോന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഏതെങ്കിലും എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ് തന്നിട്ട് ഇത് ഫംഗ്ഷൻസ് ആണോ, ഇത് വേറെ എന്തെങ്കിലും ആണോ, എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം ഇത് ഫംഗ്ഷൻസിൽ പെട്ടാണോ. അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം. ഫംഗ്ഷൻസ് ഫസ്റ്റ് ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ ഏർലി ഡയഗ്നോസിസ്, കറക്റ്റീവ്, പ്രിവെന്റീവ്, റിഹാബിലിറ്റേറ്റീവ്. പിന്നെ ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തിൽ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. പിന്നെ സ്ക്രീനിങ്ങിൽ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, പേഷ്യന്റ് അഡ്മിഷൻ ഹോസ്പിറ്റലിൽ വന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ആ പേഷ്യൻസിനുള്ള ഒരു സ്ക്രീനിങ് ചുറ്റും ഇതിലുണ്ടായിരിക്കണം. പിന്നെ ഫോളോ അപ്പ് കൊടുക്കണം, കെയറും. പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷവും കെയർ കൊടുക്കണം. പിന്നെ പ്രൊമോഷൻ ചെയ്യണം, ഹെൽത്തും ഹെൽത്ത് എഡ്യൂക്കേഷനും. പിന്നെ റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അപ്പൊ നമ്മൾ പ്രിവെന്റീവ് പറഞ്ഞു, പേഷ്യൻസിന് നല്ല ആരോഗ്യത്തെ കുറിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു റെൻഡറിങ് ആക്കി തീർക്കണം. അത് മെന്റൽ ഹെൽത്ത് നമ്മൾ കൊടുക്കണം. പിന്നെ പ്രൊമോഷൻ തന്നെ ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, കുഴപ്പമില്ലല്ല? സിമ്പിൾ അല്ലേ? പറഞ്ഞ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പോയിന്റ്സ് ഒക്കെ എടുത്ത് റിപ്പീറ്റ് ഇഷ്ടം പോലെ. പ്രൊമോഷൻ തന്നെ 2 വന്നിട്ടുണ്ട്. ഹെൽത്തും ഹെൽത്ത് ഫിസിക്കൽ, അത് പ്രൊമോഷൻ തന്നെ 2 പ്രാവശ്യം വന്നതാ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താ? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അതും ഇതുപോലെ തന്നെ പ്രതിരോധം, ആരോഗ്യ പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെയാണ് നമ്മൾ ആരോഗ്യത്തിന്റെ ആക്ടിവിറ്റീസ്, ഹെൽത്ത് ആക്ടിവിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കണേ? അതെന്ത് വേണം? വെൽ ബേബി ക്ലിനിക്ക്, നല്ലൊരു ക്ലിനിക്ക് വേണം കുട്ടികളുടെ. എന്ത് വേണം? വെൽ ബേബി ക്ലിനിക്ക് വേണം. നമ്മളെ ആരോഗ്യത്തെ പ്രതിരോധിക്കാനാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അപ്പൊ നമ്മൾ പ്രതിരോധിക്കാനായിട്ട് നമ്മൾക്ക് എന്ത് വേണം? ഫസ്റ്റ് വെൽ ബേബി ക്ലിനിക്ക് വേണം, നല്ലൊരു ശിശു ക്ലിനിക്ക് വേണം, ആ കുട്ടികളുടെ ഒരു ക്ലിനിക്ക് വേണം. പിന്നെന്ത് വേണം? ANC അല്ലെങ്കിൽ മാരേജ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്ലാൻ പാരന്റ്ഹുഡ് എന്ന് വെച്ചാൽ എന്താ? ANC എന്ന് വെച്ചാൽ എന്താ? ANC എന്ന് വെച്ചാൽ ആന്റിനാറ്റൽ കെയർ എന്ന് വെച്ചാൽ കെയർ ഓഫ് പ്രഗ്നന്റ് വുമൺ റിസീവ്സ് ഫ്രം ഹെൽത്ത് കെയർ. നമ്മള് നല്ലൊരു ANC വേണം. ആന്റിനാറ്റൽ കെയർ എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയവർക്ക്, ഗർഭിണികൾക്ക് വേണ്ടി നല്ലൊരു എന്ത് വേണം? ഒരു ഹെൽത്ത് ആക്ടിവിറ്റീസ് വേണം, ഹെൽത്ത് വേണം. വേണ്ടേ? അവര് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഓരോ റിപ്പീറ്റ് ചെക്കപ്പ് ഉണ്ട്. ഫസ്റ്റ് ചെന്ന് പിന്നെ ഇത്രയും മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്യും, പിന്നെ ഇത്രയും നാൾ ചെയ്യും. അപ്പൊ അതിനൊക്കെ കറക്റ്റ്. അപ്പൊ അതാണ് പറഞ്ഞ ആന്റിനാറ്റൽ കെയർ എന്ന് വെച്ചാല് ഗർഭിണി ആയിരിക്കുമ്പോ തന്നെ കെയർ ഓഫ് പ്രഗ്നന്റ് വുമൺ, ഗർഭിണി ആയിരിക്കുമ്പോ ഫുൾ ഫോം ഒന്നുകൂടി ആന്റിനാറ്റൽ എഴുതി വെച്ചോ. ANCയുടെ ഫുൾ ഫോം ANTENATAL, ആന്റിനാറ്റൽ കെയർ, CAR. ഓക്കെ, കിട്ടിയില്ലേ? ANTENATAL, ആന്റിനാറ്റൽ കെയർ വേണം. പിന്നെന്താ? മാരേജ് കൗൺസിലിംഗ്. മാരേജ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താ? മാരേജ് കൗൺസിലിംഗ് നമ്മൾ കല്യാണങ്ങൾ കഴിക്കുമ്പോൾ അതിനൊരു ഇത് കൊടുക്കും, കൗൺസിലിംഗ്. കല്യാണം കഴിഞ്ഞവർക്ക് മാരേജ് കൗൺസിലിംഗ് കൊടുക്കും. അതന്നെ പ്ലാൻഡ് പാരന്റ്ഹുഡ് എന്ന് വെച്ചാൽ എന്താ? പ്ലാൻ ചെയ്യും, അവർക്ക് കുട്ടികൾ വേണോ, കല്യാണം കഴിഞ്ഞ ആദ്യം കല്യാണത്തിന് വേണ്ടി ഒരു കൗൺസിലിംഗ് കൊടുക്കും. പിന്നെന്താ? പ്ലാൻഡ് പാരന്റ്ഹുഡ് എന്ന് വെച്ചാൽ അവർക്ക് പാരന്റ് ആവാനായിട്ട്. പാരന്റ്ഹുഡ് എന്ന് വെച്ചാൽ എന്താ? എപ്പൊ പ്രഗ്നന്റ് ആവണം, എപ്പോ ഇത്, അങ്ങനെ ഒരു പ്ലാനിങ് കൊടുക്കും. ചിലവർ എങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടാവും. ഒരു കുട്ടി പ്രസവിച്ച് പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത കുട്ടിയുണ്ട്. അപ്പൊ ഈ 2 കുട്ടികളും വളർന്നു വരുമ്പോ ആദ്യത്തെ കുട്ടീനെ എനിക്ക് പെട്ടെന്ന് നല്ല കെയർ കിട്ടാൻ പറ്റില്ല. അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു 2 മാസത്തിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാ? ആദ്യത്തെ കുട്ടിക്ക് കിട്ടുന്ന ചിലപ്പോ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുമ്പോ നമ്മളൊരു കുട്ടിക്ക് ഇത്രയും വയസ്സ് വരെ പാല് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക? മൂത്ത കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം വേറൊരു കുട്ടീനെ നമ്മള് പ്രഗ്നന്റ് ആയേക്കാണ്. അപ്പൊ ഇങ്ങനെ ഈ സമയം വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടണില്ല, മൂത്ത കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോ പിന്നെ ഇവര് വളരുമ്പോ രണ്ടുപേരും ഒരേപോലെ വളർന്ന് എങ്ങനെയെങ്കിലൊക്കെ ഇവര് വളർന്നു വന്നാലും ആ
കുട്ടിക്ക് മെന്റലി ഒരു ബുദ്ധിമുട്ട് വരും. എന്ന് വെച്ചാൽ അവന്റെ പാരന്റിന്റെ ആ ഒരു കെയർ ഇവിടെ താഴെ ഒരു കുട്ടി വരുമ്പോൾ ഒരു വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അപ്പൊ അതിനൊരു പ്ലാനിങ് കൊടുക്കും. അതാണ് പാരന്റ്ഹുഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി ഇപ്പൊ വേണോ, അങ്ങനെയുള്ള ഒരു പ്രഗ്നന്റ് എപ്പോഴാണ്, അങ്ങനെയുള്ള ഒരു പ്ലാനിങ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രിവെന്റീവ്, അത് നമ്മുടെ ഹെൽത്ത് ആക്ടിവിറ്റീസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതിനെ നമുക്ക് ഒരു പ്രിവെന്റീവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ വേണം. അപ്പൊ ഒന്നാമത്തെ വെൽ ബേബി ക്ലിനിക്ക് വേണം. പിന്നെ ANC ആന്റിനാറ്റൽ കെയർ വേണം. എന്ന് വെച്ചാൽ പ്രഗ്നന്റ് വുമൻസിന്, ഗർഭിണിയായവർക്കൊക്കെ കൂടി നോക്കാനായിട്ട് അവരെ ഇടക്കിടക്ക് ചെക്കപ്പ് ചെയ്യണം. നമ്മള് അംഗൻവാടിയിലൊക്കെ പ്രഗ്നന്റ് വുമൻസിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, അവരെ വെയിറ്റ് നോക്കലുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യും, സ്കാൻ ചെയ്യണം, അങ്ങനെയൊക്കെ അവിടെ ഡോക്ടർമാർ വരും. അപ്പൊ അതുപോലെ തന്നെ അതൊന്നും വേണം. അതുപോലെ മാരേജ് കൗൺസിലിംഗ് വേണം. കല്യാണം കഴിഞ്ഞാല് കൗൺസിലിംഗ് കൊടുക്കണം കപ്പിൾസിന്. കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇവിടെ എന്ത് വേണം, ഇതൊക്കെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ വേണം. അപ്പോഴാണ് നമുക്ക് ഈ ഹെൽത്ത് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ പ്ലാന്റ് പാരന്റ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്യണം. അവർക്ക് എന്ത് വേണം, കൊച്ചുങ്ങളൊക്കെ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു കുട്ടി വന്നു, അതിന്റെ കറക്റ്റ് കെയറിങ് കഴിഞ്ഞു, ഇത്രയും ഏജിനുള്ളിൽ അടുത്ത കുട്ടി വരാൻ പാടുള്ളൂ എന്നൊക്കെ പ്ലാനൊക്കെ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും കൊടുക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ മിക്ക ഹോസ്പിറ്റലിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ പ്രഗ്നന്റ് ആവുള്ളൂ. പെട്ടെന്നൊന്നും അവിടെ ഗൾഫിൽ ഇല്ല. ഇവിടെ നമ്മുടെ കേരളത്തിലാണ് ഇതൊന്നും നോക്കാതെ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നതും കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കും മൂത്ത കുട്ടി എങ്ങനെയെങ്കിലൊക്കെ വളർന്നു പോകും. പക്ഷെ ആ കുട്ടി വളരുന്ന സമയത്തിൽ ആ കുട്ടിക്ക് വേണ്ട ഒരു കെയറിംഗ് ഒക്കെ നമ്മൾക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റണില്ല. കാരണം എന്താ, നമ്മൾ താഴെയുള്ള കുട്ടീനെ നോക്കിയാണ്. അപ്പൊ ഇതിന് കിട്ടേണ്ടത് അതിന് കിട്ടില്ല, അതിന് കിട്ടേണ്ടത് ഇങ്ങനെ കിട്ടില്ല. അപ്പൊ രണ്ടും അങ്ങനെ. പക്ഷെ അതൊന്നും ആരും നോക്കാനില്ല. ആ സമയത്ത് നമ്മള് അതൊന്നും നോക്കില്ല. അതിനൊക്കെ ഉള്ളൊരു പ്ലാൻ കൊടുക്കും. പിന്നെ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക് എന്ന് വെച്ചാൽ എന്താ, സ്കൂളിൽ നല്ലൊരു ക്ലിനിക്ക്, ആരോഗ്യത്തിനെ കുറിച്ചൊരു ക്ലിനിക്ക് ഉണ്ടായിരിക്കണം. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധി രോഗങ്ങളില്ലേ, അതിനെ കുറിച്ചൊക്കെ ഒരു കൺട്രോൾ വേണം, ഒരു നിയന്ത്രിക്കണം. ഇപ്പൊ പകർച്ചവ്യാധി രോഗം എന്നൊക്കെ പറയുന്നത് സാംക്രമിക രോഗങ്ങൾ. എങ്ങനെയാണ് സാംക്രമിക രോഗങ്ങൾ? ഇപ്പൊ ജലദോഷം വന്നൊരു കുട്ടീനെ നമ്മൾ സ്കൂളിൽ വിട്ടു. ജലദോഷം എന്താ, അത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, അത് പകരും. അങ്ങനെ ഒരു രോഗം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു കുട്ടീനെ നമ്മൾ സ്കൂളിലോട്ട് വിടാതിരിക്കും. നമ്മൾ എന്താ, ആ കുട്ടിക്ക് അതൊക്കെ മാറിയിട്ടേ വിട്ടുള്ളൂ. ആ കുട്ടി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കും ഇതുപോലെ ഈ ഡിസീസ് വരാം. അപ്പൊ ഒരു പനി ആയാലും നമ്മളൊരു ചെറിയ ചൂടല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മൾ സ്കൂളിൽ വിടും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പിന്നെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB. എന്ന് വെച്ചാൽ എന്താ, ഈ ക്രോണിക് ഡിസീസ് എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത അസുഖങ്ങളില്ലേ, ഭയങ്കര TB പോലത്തെ, ക്യാൻസർ പോലത്തെ. ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പ്രതിരോധിക്കാതെ മാത്രമേ ഉള്ളൂ. പ്രതിരോധിച്ചാലും ഒരു 2-4 കൊല്ലം, ഏകദേശം ഒരു 5 കൊല്ലം, അതിനപ്പുറത്തേക്ക് ഒരു ക്യാൻസർ പേഷ്യന്റ് നമ്മൾ എത്ര നിന്നാലും തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നിൽക്കും. പക്ഷെ ഇങ്ങനെ ഒരു രോഗം വന്നാൽ നമ്മൾ തുടക്കത്തിൽ അറിയോ? ഇല്ല. ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയാം? ആ ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോഴാ നമ്മൾ അറിയണത് ക്യാൻസർ ആണെന്ന്. അപ്പോഴേക്കും ആ പേഷ്യൻസിന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗത്തും കോശങ്ങളിലും ബ്ലഡിലൊക്കെ എന്തായിട്ടുണ്ടാവും, ഇതിന്റെ അണുക്കൾ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും രക്ഷപ്പെടണമെന്നില്ല. അപ്പൊ ഈ വിട്ടുമാറാത്ത രോഗങ്ങളുള്ള ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അതിന്റെ രോഗം നിയന്ത്രിച്ച് കണ്ടെത്തണം. ഓക്കെ. അതാണ് നമ്മൾ ഏർലി ഡയഗ്നോസിസ്, നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കണം. എന്തെന്നാ, ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ ഓഫ് TB. ക്യാൻസർ അല്ലെങ്കിൽ TB പോലെയുള്ള ഈ ക്രോണിക് ഡിസീസ് ആയ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയുകയും വേണം. അതുപോലെ തന്നെ അതിന് നേരത്തെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യണം, നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. മനസ്സിലായ? എന്ന് വെച്ചാൽ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് നമ്മൾ അറിയണത് ലാസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാം. തുടക്കമൊക്കെ ആണെങ്കിൽ നമ്മള് എന്തെങ്കിലും നമുക്ക് ക്യാൻസർ ഒക്കെ ഒരുപാട് പേർക്ക് ക്യാൻസർ തുടക്കത്തിൽ വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോഴാണ് അറിയാത്തത്. അപ്പൊ അത് നേരത്തെ തന്നെ നമ്മൾ ഏർലി ഡയഗ്നോസിസ്, രോഗം നിർണ്ണയിക്കണം, അതുപോലെ തന്നെ കണ്ടെത്തി അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് തുടങ്ങണം. പിന്നെന്താ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്. എന്ന് വെച്ചാൽ എന്താ, ആരോഗ്യ വിദ്യാഭ്യാസ പോഷക ഉപദേശം. എന്ന് വെച്ചാൽ എന്താ, ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു ആരോഗ്യത്തെ കുറിച്ച് അവർക്ക് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രിവെന്റീവ് ചെയ്യേണ്ടതാണ്. ഹെൽത്ത് ആക്ടിവിറ്റീസ് പ്രിവെന്റീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയണേ. അപ്പൊ നേരത്തെ വന്ന പോയിന്റ് വീണ്ടും എന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെ ന്യൂട്രീഷണൽ അഡ്വൈസ്, പോഷകാഹാരങ്ങൾ, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്, കഴിക്കാത്തത് ഇതൊക്കെയാണ് എന്നുള്ള ഒരു അഡ്വൈസ്, ഒരു ഉപദേശം നമ്മൾ
ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണം ഒരു ഇത്, ഹെൽത്ത് എഡ്യൂക്കേഷനും വേണം, ന്യൂട്രീഷനെ കുറിച്ചൊരു അഡ്വൈസും കൊടുക്കണം. പിന്നെ റിഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ, ഡിസബിലിറ്റി ഉള്ളവര്, വൈകല്യമുള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാലും വികലാംഗന്മാരില്ലേ, ഹാൻഡിക്യാപ്പ് അത് വികലാംഗ, ഡിസബിലിറ്റി എന്ന് വെച്ചാൽ വൈകല്യമുള്ളവര്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രതിരോധിക്കണം. പിന്നെ റിഹാബിലിറ്റേഷൻ, അവര് പുനരധിവാസവും കൊടുക്കണം. പിന്നെ പ്രിവെൻഷൻ, നമ്മൾ അവരെ പ്രതിരോധിക്കണം. ഈ വികലാംഗന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും, ഒരു കൈയില്ല, ഒരു കാലില്ല, ഒരു അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അതനുസരിച്ചുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളത്. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു ഇത് കൊടുക്കാം, പ്രിവെൻഷൻ കൊടുക്കണം. അതാണ് ഇത് പറഞ്ഞത്. പിന്നെന്താ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ളവര് പറയുമ്പോൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതാ, എന്തെങ്കിലും ബുദ്ധി കുറവുള്ളവർക്ക് നമ്മൾ ഡിസബിലിറ്റീസ് എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും അതുള്ളവരെ നമ്മൾ പ്രിവെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഒന്ന് നമ്മളിത് പ്രിവെന്റീവ് ചെയ്യണം. ഹെൽത്ത് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? നല്ല ബേബി ക്ലിനിക്ക് വേണം, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക് വേണം. നമ്മളിത് പഠിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് ഓർഡർ ആയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. നല്ല ബേബി ക്ലിനിക്ക് വേണം, ബേബി. അപ്പൊ കുട്ടി ക്ലിനിക്ക് വേണം, കുട്ടികൾക്ക് ഒരു ക്ലിനിക്ക് വേണം. അതെവിടെ? സ്കൂളിൽ. കുട്ടികൾ എവിടെ പോണേ? സ്കൂളിൽ. അപ്പൊ സ്കൂളില് ഹെൽത്ത് ക്ലിനിക്ക് വേണം. സ്കൂളിൽ എന്താ, ഒരു ഹെൽത്ത് ക്ലിനിക്ക്. ആദ്യം ബേബി ക്ലിനിക്ക്, ബേബി എവിടെ പോവും? സ്കൂളിൽ പോവും. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. പിന്നെന്താ വേണ്ടേ? പിന്നെ നമ്മള് കുട്ടികളെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വരും ഇല്ലേ? അപ്പൊ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരുന്ന രോഗം. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ ഒന്നാമത്തെ ബേബി ക്ലിനിക്ക്, പിന്നെ ഏതാ, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. പിന്നെ കുട്ടികൾ സ്കൂളിൽ അസുഖമില്ലാതിരിക്കാൻ കൺട്രോൾ ചെയ്യാം. എന്ത് കൺട്രോൾ ചെയ്യണം? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. മൂന്ന് പോയിന്റ് പഠിച്ചില്ലേ? പിന്നെ പ്രഗ്നൻസിയുടെ എടുക്കാം. പ്രഗ്നൻസിയുടെ എന്തൊക്കെ വേണം? ആന്റിനാറ്റൽ കെയർ, പ്രഗ്നൻസി ആയ സമയത്ത് അത് വേണം. പിന്നെ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞു, അപ്പൊ മാരേജ് കൗൺസിലിംഗ് കൊടുക്കണം. പിന്നെ അതിനെ കുറിച്ചൊരു പ്ലാൻ, കൊച്ചുണ്ടാവണോ വേണേന്ന് വെച്ചൊരു പ്ലാൻ പാരന്റ്ഹുഡ് കൊടുക്കാം. അത്രയും കഴിഞ്ഞു. ഇനി നാലാമത്തെ എന്താ, നേരത്തെ നമ്മൾ രോഗം നിർണ്ണയിക്കുക, ഏർലി ഡയഗ്നോസിസ്. നേരത്തെ രോഗം നിർണ്ണയിക്കുക. എന്തിനാ? ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB. ക്യാൻസർ, TB എന്നുള്ള ഈ ക്രോണിക് ആയ ഈ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നേരത്തെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാം. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾ മുമ്പത്തേല് പഠിച്ചു. ഫംഗ്ഷൻസിൽ വന്നിട്ടുണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിവിടെ വരുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷനും വരുന്നുണ്ട്, ന്യൂട്രീഷണൽ അഡ്വൈസും കൊടുക്കാം. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളവർക്കും ഹാൻഡിക്കാപ്പ് ഉള്ളവർക്കും ഒരു പ്രിവെൻഷനും റിഹാബിലിറ്റേഷനും കൊടുക്കാം. ഓക്കെ അല്ലേ? TB ഫുൾ ഫോം, എന്താ TBയുടെ ഫുൾ ഫോം അറിയില്ലേ? TBയുടെ ഫുൾ ഫോം എന്തെന്നാ? TB മറ്റേ ക്ഷയത്തിനെ പറയണത് നമ്മുടെ ക്ഷയം എന്ന് പറയില്ലേ? ട്യൂബർക്കുൽ ബാസിലസ്, ട്യൂബർക്കുലോസിസ്. ഓക്കെ, അതന്നെ TB. ഓക്കെ, TB വന്നവർക്ക് എങ്ങനെയായിരിക്കും? ഭയങ്കര TB വന്ന അസുഖമുള്ളവർക്ക് ഭയങ്കര ചുമയും, പിന്നെ ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെയാണ് TB കൂടുതലും വരുന്നത്. ഭയങ്കര ചുമയായിരിക്കും. പിന്നെ അവർക്ക് ശ്വാസം മുട്ടായിരിക്കും. അവർക്ക് ഇങ്ങനെ ഭയങ്കര ചുമ വന്നിട്ട് ശ്വാസം കിട്ടാത്ത പോലെ. സിഗരറ്റ് ബീഡിയൊക്കെ വലിക്കുന്നവർക്ക് കൂടുതലാണ് TB വരുന്നത്. ഇപ്പൊ അങ്ങനെ ക്ഷയം, അതാണ് ഈ TB എന്ന് പറയുന്നത്, ട്യൂബർക്കുലോസിസ്, ക്ഷയം. പിന്നെ ക്യാൻസർ എല്ലാവർക്കും അറിയില്ലേ? ക്യാൻസർ സാധാരണ നമ്മൾക്ക് ബ്ലഡ് ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ക്യാൻസർ വരുന്നതും തടയാൻ നമുക്ക് നേരത്തെ തന്നെ രോഗം നിർണ്ണയിക്കണം. അത്രേ ഉള്ളൂ. ഇതിന് വേറെ പോയിന്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പ്രിവെന്റീവ് ഹെൽത്ത് അത്രയല്ലേ ഉള്ളൂ. എളുപ്പല്ലേ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. ടൈപ്പ് ഓഫ് OPD. എത്ര ടൈപ്പ്? 2. ഓക്കെ, എടുക്കാം. നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഔട്ട് പേഷ്യന്റ്. ടൈപ്സ് ഓഫ് ഔട്ട് പേഷ്യന്റിൽ 2 ടൈപ്പ് ഉള്ളൂ. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും. എന്താ പറഞ്ഞേ? 2 ടൈപ്പ് ഔട്ട് പേഷ്യന്റ് ഉണ്ട്. സെൻട്രലൈസ്ഡും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? സെൻട്രൽ നമ്മൾ പറഞ്ഞു. സെൻട്രലൈസ്ഡ് എന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്റേണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ. നമ്മുടെ സെൻട്രലൈസ്ഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഒരു ഇത്, അതിന് നമുക്ക് നോക്കാൻ എന്തൊക്കെയാണെന്ന് കൊടുക്കുന്നത്. സെൻട്രലൈസ്ഡ് ഓൾ സർവീസ് ആർ പ്രൊവൈഡിങ് എന്താ? കൺസീവ് ഏരിയ which include all diagnostics and therapeutic facilities being provided in the same place. എന്താ?
സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ ഓൾ സർവീസ് പ്രൊവൈഡ് ഇൻ കൺസീവ് ഏരിയ. അവിടെ കൊടുക്കണത് സെൻട്രലൈസ്ഡ് കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. കേന്ദ്ര എന്ന് വെച്ചാൽ പുറത്തുള്ളത്, നമ്മുടെ ഇതിന്റെ പുറത്ത് ഓർത്താൽ മതി. അപ്പൊ അവിടുത്തെ സർവീസ് എങ്ങനെയായിരിക്കും? പ്രൊവൈഡ് ഇൻ കൺസീവ് ഏരിയ. കൺസീവ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിതമായ മേഖല എന്ന് വെച്ചാൽ ഒരു ചെറിയ കൺസീവ് ചെയ്ത് അവിടെ പ്രൊട്ടക്റ്റീവ് ഏരിയ, അതാണ് കൺസീവ് ഏരിയ എന്ന് പറയുന്നത്. അതിലെന്തെല്ലാം ഉൾക്കൊള്ളും? വിച്ച് ഇൻക്ലൂഡ് ഓൾ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എല്ലാ രോഗനിർണയവും ഉൾപ്പെടും. തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ചികിത്സാ സൗകര്യങ്ങളും എവിടെ ലഭിക്കും? ബീയിങ് പ്രൊവൈഡഡ് ഇൻ ദ സെയിം പ്ലേസ്. ഒരേ സ്ഥലത്താണ് അവിടെ ഇതൊക്കെ കിട്ടുന്നത്, ഒരേ സ്ഥലത്ത് കിട്ടും. മനസ്സിലായ? സെപ്പറേറ്റ് ഇല്ല. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടോ, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എവിടെ കിട്ടും? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് സെയിം പ്ലേസ്. എവിടെയാണ് പ്രൊവൈഡ് ചെയ്യണേ? സെയിം പ്ലേസ്. അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ. അപ്പൊ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റിന്റെ സർവീസ് എവിടെ? ഓൾ സർവീസ് പ്രൊവൈഡഡ് ഇൻ കൺസീവ് ഏരിയ. അണ്ടർലൈൻ ചെയ്തിടാ. ഓൾ സർവീസ് പ്രൊവൈഡ് ഇൻ കൺസീവ് ഏരിയ, സംരക്ഷിത മേഖലയിൽ കിട്ടും. വിച്ച് ഇൻക്ലൂഡ്, അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? കൺസീവ് അല്ല, കൺസീസ്. ഓക്കെ. കൺസീസ് തന്നെ സംരക്ഷിത മേഖല കേട്ടാ. ഓക്കെ. കൺസീവ് അല്ല, കൺസീസ്. ഓക്കെ. കൺസീസ് ഏരിയയിൽ എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിത മേഖല. അപ്പൊ നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഡയഗ്നോസ്റ്റിക്, ഓൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന് വെച്ചാൽ എല്ലാ രോഗത്തെ കുറിച്ചുള്ള രോഗനിർണയവും. പിന്നെ തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. തെറാപ്യൂട്ടിക്സ് എന്ന് വെച്ചാൽ എന്താ? ചികിത്സാ സൗകര്യങ്ങൾ. ഫെസിലിറ്റി, അവിടെ ചികിത്സാപരമായിട്ട് എല്ലാ സൗകര്യവും ഉണ്ട്. വേറെ എവിടെയും പോണ്ട, ഒക്കെ ഒറ്റ കീഴിൽ കിട്ടും. പ്രൊവൈഡഡ് ഇൻ ദ സെയിം പ്ലേസ്. ഒരു സ്ഥലത്ത് തന്നെ, വേറെ സെപ്പറേറ്റ് പോകേണ്ട കാര്യമില്ല. ഓക്കെ. ഇപ്പൊ ഒരു പേഷ്യന്റിന് എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, എല്ലാം ചെയ്യണം, ബ്ലഡ് എടുക്കണം, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഒരേ സ്ഥലത്ത് കിട്ടും. അതാണ് സെൻട്രലൈസ്ഡ്. ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കിട്ടണ ഒരേ ഒരു സർവീസ് ആണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അപ്പൊ അണ്ടർലൈൻ ചെയ്തിരുന്നത് പ്രൊവൈഡഡ് കൺസീവ് ഏരിയ അണ്ടർലൈൻ ചെയ്യാം. ഓൾ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ബീയിങ് പ്രൊവൈഡ് സെയിം പ്ലേസ്. അതും അണ്ടർലൈൻ ചെയ്തിടാം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. കൺസീസ് അല്ല, കൺസീസ് അതായത് അത് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ്. ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്താ? സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിലെങ്ങനെയാണ് കൊടുക്കണേ? ഓരോരോ വകുപ്പ് നോക്കിയിട്ടാണ്. ഇന്ന വകുപ്പിലില്ല, റെസ്പെക്റ്റീവ് വേറെ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ ഭയങ്കര പാടായിരിക്കും. നമ്മളിപ്പോ ഇവിടെ ബ്ലഡ് എടുക്കാൻ പോയി, അപ്പൊ നമ്മൾ പറയേണ്ടത് എക്സ്റേ എടുക്കണത് എവിടെ? അത് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് പോയി. അപ്പൊ അതൊരു ഭയങ്കര ഇതല്ല, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ചെല്ലണത് സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് സെയിം പ്ലേസിൽ ഒരേ ഇതിൽ കിട്ടണത്, എല്ലാരും ഒരുമിച്ച് കിട്ടണത് സെൻട്രലൈസ്ഡ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്, വിവിധ വകുപ്പുകളിൽ, ഓക്കെ, പല വകുപ്പുകളിലായിട്ട് കിട്ടുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ്. രണ്ടും അണ്ടർലൈൻ ചെയ്തിടാ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ സെൻട്രലൈസ്ഡ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഈ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സില് സർവീസ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാൻ അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ. കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മൾ പറയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നമ്മുടെ ഗവൺമെന്റിന്റെയും ഡീസെൻട്രലൈസ്ഡ് നമ്മൾ പറഞ്ഞു, സെൻട്രലൈസ്ഡ് പറഞ്ഞു. സെൻട്രലൈസ്ഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ മിക്ക സ്ഥാപനങ്ങളും എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി നല്ല ബെറ്ററും ഒരേപോലെ ഒക്കെ അടുപ്പിച്ചായിരിക്കും. ആ സ്ഥാനത്ത് നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് അതാണ് പറയണേ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യങ്ങൾ, സർക്കാർ സൗകര്യത്തില്. ഒരു സർക്കാർ ഹോസ്പിറ്റൽ എങ്ങനെ? ഒരു ഒ പി ചീറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഒ പി ചീറ്റ് ഡോക്ടർ ഇരിക്കുന്നത് 3-4 കിലോമീറ്റർ കഴിഞ്ഞ അപ്പുറത്തെങ്ങാനായിരിക്കും, അല്ലേ? അതാണ് സർക്കാർ സൗകര്യം. അപ്പൊ നമ്മൾ പറയും ഈ സർക്കാർ ഭരിക്കണോണ്ടാ സർക്കാർ അങ്ങനെയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. പക്ഷെ പുറത്തേക്കൊന്നും ഇവിടെ നമ്മൾ പുറത്തേക്ക് കടന്നു നോക്കി,
കേന്ദ്ര ഗവൺമെന്റിന്റെ അതോറിറ്റി അവരെ അങ്ങോട്ട് കണ്ടു നോക്കി നമ്മള്. അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാല് ഭയങ്കര എല്ലാ ഫെസിലിറ്റീസും ഒരുമിച്ചായിരിക്കും. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇതിൽ വരുമ്പോഴാണ് എന്താ വരാ, ഈ സർക്കാർ സൗകര്യങ്ങൾ പോലെ ഫ്രീ ഔട്ട്പുട്ട്, പക്ഷെ ഒക്കെ ഫ്രീ ആയിരിക്കും. നമുക്ക് എന്തായിരിക്കും, സർക്കാരിന്റെ ആയാലും ഒക്കെ ഫ്രീ ആയിരിക്കും. പക്ഷെ നമ്മള് ഫ്രീ ആണെങ്കിലും അതിന് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെ, പല പല ഡിപ്പാർട്ട്മെന്റ്സിലാണ്, വിവിധ അതത് വകുപ്പിലെ സേവനങ്ങളാണ് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് കൊടുക്കണം. ഒരുമിച്ച് കിട്ടില്ല അല്ലെ. ഭക്ഷണം ഫ്രീ ആയിരിക്കും. പിന്നെ ഇൻപേഷ്യന്റിന് അവിടെ കിടക്കണ പേഷ്യന്റിന് എന്താ നല്ല കെയർ, അതൊക്കെ ഫ്രീ ആയിരിക്കും അല്ലെ. പിന്നെ ആരോഗ്യ സേവനം, പിന്നെ അവർക്ക് ഉത്തരവാദിത്തം. പക്ഷെ ഡീസെൻട്രലൈസ്ഡിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആരായിരിക്കും? നമ്മുടെ സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റിന്റെ സർവീസിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാ? സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെന്റിന്. പക്ഷെ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റിന് ആർക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി? സെൻട്രൽ ഗവൺമെന്റിന്. ഓക്കെ, അതാണ് വ്യത്യാസം. സെൻട്രൽ ഗവൺമെന്റും നമ്മുടെ സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് ഇതിപ്പോ ഇവിടെ പറഞ്ഞത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അത് രണ്ടും അങ്ങനെ ഓർത്താൽ മതി. സെൻട്രലൈസ്ഡില് അപ്പൊ നമ്മൾ ഓർക്കാം, സെന്റർ കേരളത്തിൽ, സെന്റർ ഇവിടെ കേന്ദ്രം, കേന്ദ്രത്തിലൊക്കെ നല്ലതായിരിക്കും. അവിടെ ഒരേപോലെ ഒക്കെ എന്താ സെയിം പ്ലേസിലാണ് നല്ല ഫെസിലിറ്റി ഉണ്ടാവും. കേരളത്തില് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്താ, കേരളത്തിൽ ഒരുമിച്ചല്ല, അത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വിവിധ വകുപ്പിലെ എന്താ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് സെപ്പറേറ്റ് ആണ്. അത് റെസ്പെക്റ്റീവ് മീനിങ് എന്ന് പറയുന്നത് എന്താ, റെസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ റെസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്, നമ്മുടെ സേവനങ്ങൾ നൽകുന്നില്ലേ, അതാത് വകുപ്പിലെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണത്, ആ സേവനം അതാത് വകുപ്പും, അതാണ് ഇവിടെ റെസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർവീസ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതാത് ഇതാണ്. എന്നുവെച്ചാൽ ഒരുമിച്ചല്ല, മനസ്സിലായ? സെപ്പറേറ്റ് അതാണ് ഇവിടെ മീൻ ചെയ്യണത്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് ഓർത്താ മതി. സെൻട്രലൈസ്ഡ് ഫുൾ സപ്പോർട്ട് ആരാ? സെൻട്രൽ ഗവൺമെന്റ്. ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും ഓരോന്നിനും. പക്ഷെ നമുക്ക് കേരളത്തില് ഫ്രീ ഫുഡാണ്. പേഷ്യൻസിന് ഇൻപേഷ്യൻസിനുള്ള കെയർ എങ്ങനെ? ഫ്രീ ആണ്. സർക്കാർ ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കണോ? വേണ്ട. പക്ഷെ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റലില്, നമ്മൾ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇവിടെ ഇല്ല. കേരളത്തിൽ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ടാ? ഇല്ല. അവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോ അവിടെയും പക്ഷെ ഫെസിലിറ്റീസ് ഒക്കെ നല്ല ഫെസിലിറ്റി ആയിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്. ഓക്കെ, അത്രേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇവിടെ സർവീസ് ഒക്കെ പിന്നെ സെൻട്രലൈസ്ഡ് എന്താ, ഡീസെൻട്രലൈസ്ഡ് അവിടെ കൊടുക്കണ പ്രൊവൈഡ് ചെയ്യണത് കറക്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിനും, മറ്റേത് കൺസിസ് ഏരിയയും, പിന്നെ എനിക്ക് മനസ്സിലായില്ല ലക്ഷ്യ പറഞ്ഞത്. വേലിയിലൊക്കെ അല്ലേ? വെളിയിൽ. ഓക്കെ വെളിയില്. ഓക്കെ വെളിയിലൊക്കെ അങ്ങനത്തെ ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ കുവൈറ്റിലൊക്കെ ഓക്കെ, അവിടെ നമ്മൾ ഓടി നടക്കണ്ട. ഇവിടെ നമ്മൾ OP ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അന്വേഷിച്ചിറക്കും. എവിടെയാണ് ഫിസിഷ്യൻ ഇരിക്കുന്നത്, എവിടെയാണ് ഓർത്തോ ഡോക്ടർ ഇരിക്കുന്നത്, എവിടെയാണ് എക്സ്റേ ഇരിക്കുന്നത്. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്താ, നമ്മൾ ഓടി നടക്കുകയാണ് ഇത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ചെല്ലുമ്പോൾ പറയും ഇവിടെ അല്ല, ഇവിടെ അപ്പുറത്ത് പോകണമെന്ന് അറിയും. നമ്മ അപ്പുറത്ത് ചെല്ലുമ്പോൾ അറിയും അവിടെ അല്ല അപ്പുറത്താണെന്ന്. ഇല്ലേ? അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ അത് രണ്ടും മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് എന്താ, ടൈം 25. ബേസ്ഡ് ഓൺ ടൈപ്പ് പേഷ്യന്റ്. ഇനി നമ്മൾ പേഷ്യൻസിന്റെ അടിസ്ഥാനത്തിൽ എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു ഔട്ട് പേഷ്യന്റ്. എന്താ, രോഗിയിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എമർജൻസി സാഹചര്യങ്ങൾ ഒഴികെ എല്ലാ രോഗികളെയും നമ്മൾ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയും. എന്താ പറഞ്ഞേ? ഓൾ പേഷ്യന്റ്, എല്ലാ പേഷ്യന്റും അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ട്സ് ഡയറക്ട്ലി, നേരിട്ട് നമ്മൾ നേരിട്ട് OP ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താ, OP പേഷ്യന്റ്. അപ്പൊ നേരിട്ട് OP പേഷ്യൻസിന് റിപ്പോർട്ട് ചെയ്യുന്ന ആ എമർജൻസി സാഹചര്യങ്ങളില്ലേ, എമർജൻസി എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, ഇപ്പൊ ഒരാള് വണ്ടി ഇടിച്ചു ഓടി വരെയാണ്. അപ്പൊ അങ്ങനെ ഓടി വന്ന് വണ്ടി ഇടിച്ച് അങ്ങനെ വരുന്ന രോഗികളൊക്കെ നമ്മൾ എന്താ, ജനറൽ ഔട്ട് പേഷ്യന്റ്. അത് പൊതുവായിട്ടാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. മനസ്സിലായ?
all patient other than emergency who reports directly to. രോഗിയിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എമർജൻസി കേസ് അവിടെ വരില്ല. എമർജൻസി കേസ് എവിടെ പോവും? കാഷ്വാലിറ്റിയിൽ അല്ലേ? ഇപ്പൊ ഒരാള് പെട്ടെന്ന് കാറിടിച്ച പേഷ്യന്റിന് ഒ പി കൊണ്ടുവരാൻ പറ്റുമോ? ഒ പിയില് തലേനാള് ബുക്ക് ചെയ്ത് ഒ പിയില് ക്യൂ ഉണ്ടാവും അല്ലേ? അപ്പൊ ഒ പിയില് ക്യൂ നിൽക്കണതിന്റെ ഈ ആക്സിഡന്റ് കേസ് കൊണ്ടുവന്ന ആ പേഷ്യന്റിന്റെ ജീവൻ കിട്ടുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? എമർജൻസി കേസൊക്കെ നമ്മൾ കാഷ്വാലിറ്റി കൊണ്ടുപോകും. പെട്ടെന്ന് അടിയന്തര സാഹചര്യത്തിൽ ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര കെയർ ഒക്കെ കൊടുക്കുന്നത് എവിടെ? കാഷ്വാലിറ്റിയിലാണ് കൊടുക്കുക അല്ലേ? അപ്പൊ ഈ കാഷ്വാലിറ്റിയിലാണ് നമ്മൾ അങ്ങനത്തെ പേഷ്യന്റിനെ നോക്കണത്. മനസ്സിലായ? അപ്പൊ ജനറൽ ഔട്ട് പേഷ്യന്റിന് ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസി എന്ന് വെച്ചാൽ എമർജൻസി അല്ലാത്ത പേഷ്യൻസ്, സാധാരണ പേഷ്യൻസ് നമുക്കൊന്നുമില്ല, ചെറിയൊരു പനി തലവേദന ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വന്ന് റിസപ്ഷനിൽ വന്ന് ചോദിക്കും ഇവിടെ ഇന്ന് ആരാ ഒ പി? അപ്പൊ നമ്മൾ ഒ പി ഡോക്ടർ അവർ പറഞ്ഞു തരും. നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കും. സാധാരണ നോർമൽ ആയിട്ടുള്ളത് അല്ലേ? അതാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. അപ്പൊ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി, നേരിട്ട് റിപ്പോർട്ട്, എമർജൻസി അല്ലാണ്ട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒ പിയിൽ വരുന്ന പേഷ്യന്റ് ആണ് ജനറൽ പേഷ്യന്റ്. നെക്സ്റ്റ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. എന്താ എമർജൻസി ഔട്ട് പേഷ്യന്റ്? എമർജൻസി ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെ? ഭയങ്കര സീരിയസ് ആ. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എമർജൻസി ഔട്ട് പേഷ്യൻസ്. അത് പഠിക്കാനൊന്നുമില്ലല്ലോ, അതീ തന്നെ ഉണ്ട് അല്ലെ? എന്താ? ഒരു അവസ്ഥയ്ക്ക് അടിയന്തര വൈദ്യസഹായം നൽകിയ വ്യക്തി എന്തെങ്കിലും സീരിയസ് ആയ ആ കണ്ടീഷൻ എങ്ങനെ? പേഷ്യൻസിന്റെ ഭയങ്കര എമർജൻസി കണ്ടീഷനാ. അപ്പൊ നമ്മളെ പേഷ്യന്റിന് എന്ത് പറയും? എമർജൻസി ഔട്ട് പേഷ്യന്റ്. പിന്നെ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് നമ്മൾ റെഫർ ചെയ്യും. പേഷ്യന്റ് റെഫേർഡ് ഒ പി ഡി ബൈ പ്രാക്ടീഷണർ ടു സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. എന്താ? നമ്മൾ പേഷ്യൻസിനെ റെഫർ ചെയ്യണം എന്തിനാ? പ്രത്യേക ട്രീറ്റ്മെന്റ് കിട്ടാൻ, പ്രത്യേക ചികിത്സയ്ക്കായിട്ട് തന്റെ പേഷ്യന്റ് ഡോക്ടറായിട്ട് പരിശോധിക്കണം. ആ ഡോക്ടറായിട്ട് പേഷ്യന്റിനെ വേറെ സ്ഥലത്തോട്ട് റെഫർ ചെയ്യും സ്പെഷ്യൽ കെയർ കിട്ടാൻ. അതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഒന്നുകൂടി പറയാ. എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്? ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. സാധാരണ പേഷ്യൻസിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ പേഷ്യന്റ്, എമർജൻസി പേഷ്യന്റ്, റെഫർ പേഷ്യന്റ്. റെഫർ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചാൽ എന്താ റെഫർ ചെയ്യണത്? നമ്മൾ പേഷ്യൻസിനെ അങ്ങോട്ട് റെഫർ ചെയ്യാം. നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യണത്. റെഫർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ. റെഫർ, ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ ജനറൽ എന്താ? എല്ലാ പേഷ്യൻസിനും, എമർജൻസി അല്ലാത്ത എല്ലാ പേഷ്യന്റും വരുന്നത് മറ്റൊരു ഹോസ്പിറ്റൽ മാറ്റുക. ഓക്കെ ഓക്കെ, റെഫറൽ അതാണ്. അപ്പൊ നോക്കിയേ, ഓൾ പേഷ്യന്റ് ജനറൽ എന്താ? എല്ലാ പേഷ്യൻസ്, എമർജൻസി അല്ലാത്ത എല്ലാ പേഷ്യൻസും സാധാരണ ഡയറക്റ്റ് ആയിട്ട് വരുന്നത്, റിപ്പോർട്ട് ഡയറക്ട്ലി നേരിട്ട് വരുന്നത് ജനറൽ. എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് എമർജൻസി പേഷ്യന്റ്. വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ പ്രാക്ടീഷണർ പറയുന്നതാണ് ആ പേഷ്യൻസിനെ ഏത് ഡോക്ടറാണോ ട്രീറ്റ്മെന്റ് ചെയ്യണേ ആ ഡോക്ടർ സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യും. സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയണേ. എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്? എ പേഷ്യന്റ് റെഫേർഡ് ടു ഹിസ് പ്രാക്ടീഷണർ. ഏത് ഡോക്ടറാണോ നോക്കണേ അവര് ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്, വേറെ സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതും കൂടി ഒന്ന് വായിച്ചിട്ട് 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് തരാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൂ, ഒന്നുമില്ല. വായിക്കട്ടെ. ഫസ്റ്റ് എന്താ? മാനേജീരിയൽ കൺസിഡറേഷൻ. നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണമെന്ന്. ഒരു ഹോസ്പിറ്റല്, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ഹോസ്പിറ്റലിൽ വേണം? ഒരു മാനേജ്മെന്റിന്റെ കൺസിഡറേഷനിൽ ഒരു മാനേജ്മെന്റ്, നമ്മൾ പഠിക്കുന്നത് എന്താ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ ആ ഹോസ്പിറ്റലില് സാധാരണ ലെവലിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് എന്ത് വേണം? പബ്ലിക് റിലേഷൻ, പൊതു റിലേഷൻ വേണം. നല്ലൊരു പൊതുബന്ധം വേണം. എല്ലാവരായിട്ട് എന്ത് വേണം? ഒരു പബ്ലിക് റിലേഷൻ വേണം. നെക്സ്റ്റ് എന്താ? വാംത്ത് എന്ന് വെച്ചാൽ എന്താ? ഊഷ്മളമുള്ളത്. ഊഷ്മളം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലില് അവരുടെ ഒരു ആ ഒരു നമുക്ക് എല്ലാവരോടും ഒരു ഇതായിരിക്കണം. വാംത്ത്, അതിനൊരു മീനിങ് എന്താ? ഊഷ്മളമായിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട്.
ആദ്യം തന്നെ പേഷ്യൻസ് നമ്മൾക്ക് എന്തായിരിക്കണം, നമ്മളെ കുറിച്ച് ചിന്തിക്കണം. നമ്മളാണ് മാനേജ്മെന്റ്. ആരാ മാനേജ്മെന്റ്? നമ്മുടെ കൺസിഡറേഷൻ നമ്മൾ പറയണേ. നമ്മളാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ നമ്മുടെ കൺസിഡറേഷനിൽ ആ ഹോസ്പിറ്റലിൽ ഒരു പബ്ലിക് റിലേഷൻ, നമ്മൾക്ക് ഒരു എല്ലാവരോടും ഒരു നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം. വാംത്ത്, നല്ലൊരു സ്മൂത്ത് ആയിട്ട് നല്ല ഊഷ്മളമായ ഒരു ഇതുണ്ടായിരിക്കണം. റെസ്പെക്ട്, നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് നല്ലൊരു റെസ്പെക്ട് ആയിരിക്കണം. മിനിമം വെയിറ്റിംഗ്. പിന്നെന്താ, ഒരു അവര് പേഷ്യൻസിന് നമ്മള് വെയിറ്റിംഗ്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഒരു വെയിറ്റ് ചെയ്യാനായിട്ട് മിനിമം വെയിറ്റിംഗ്, കാത്തിരിപ്പ് അത് വേണം. പിന്നെ ക്ലീനിങ്നെസ്, എന്താ, ശുചിത്വം. ആ ഹോസ്പിറ്റലൊക്കെ നല്ലൊരു വൃത്തിക്കുള്ള ഇതായിരിക്കണം. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. വൃത്തി നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ കൺസിഡറേഷനാ അല്ലെ. നമ്മള് വൃത്തി ഇല്ലാത്തടത്ത് നമ്മൾ അവിടെ മാനേജ്മെന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഹോസ്പിറ്റലാണെങ്കിൽ ഭയങ്കര സ്മെല്ലും ഇങ്ങനെ ആയിട്ട് കിടന്നാൽ നമ്മളത് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾക്കാണ് അതിന്റെ മോശം. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരോടും നല്ല പബ്ലിക് റിലേഷനായ വാംത്ത്, റെസ്പെക്ട്, പിന്നെ മിനിമം വെയിറ്റിംഗ്, ഒരു കാത്തിരിപ്പിനുള്ള ഒരു കുറച്ച് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊക്കെ റെഡിയാക്കണം. പിന്നെ ക്ലീനിങ്നെസ്, നല്ല ശുചിത്വം ഉണ്ടായിരിക്കണം. ഗുഡ് ആംബിയൻസ്, നല്ല അന്തരീക്ഷമായിരിക്കണം. ഹോസ്പിറ്റൽ എങ്ങനെ ആയിരിക്കണം? ഗുഡ് ആംബിയൻസ്, നല്ല അന്തരീക്ഷമായിരിക്കണം. നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ, പോണ വഴിക്കൊക്കെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ടാവും. നല്ല നല്ല ചെടികൾ വെച്ച് ഇപ്പൊ ഇവിടുത്തെ ആസ്റ്റർ മെഡിസിറ്റിയുടെ കാര്യം പറഞ്ഞത്, ഇവിടെ ഞങ്ങളുടെ എറണാകുളത്ത് ആസ്റ്റർ ഉണ്ട്. അപ്പൊ അവിടെ ആസ്റ്റർ എന്ന് വെച്ചാൽ വഴി ശരിക്കും ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ എത്തണ വരെ ചെടികൾ വെച്ചേക്കാണ്. ദൂരം ചെടികളാ, നല്ല ഭംഗിയുള്ള ഒരേപോലെ പൂവിട്ടിക്കണത്. പാർക്ക് പോലെയാണ്. നമുക്ക് ഹോസ്പിറ്റലാണെന്ന് പറയില്ല, അതേപോലെയാണ്. പക്ഷെ അതിൽ ഭയങ്കര ക്യാഷാണ്. സാധാരണക്കാർക്കും ആ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, അത്രയും ഭയങ്കര ക്യാഷാണ്. പക്ഷെ നല്ല ഗുഡ് ആംബിയൻസ് ആണ്, നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മളവിടെ മിറ്റത്ത് അവിടെ ഒരു ഈവനിങ് നേരത്ത് 4-5 മണി നേരത്തൊക്കെ നമ്മുടെ ആ ഹോസ്പിറ്റലിന്റെ ആ മുറ്റത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല കാറ്റ്, അങ്ങനെ ഒരു ഗുഡ് ആംബിയൻസ് ആണ്. പിന്നെന്താ, ക്യാൻറ്റീൻ. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ കൺസിഡറേഷൻ ഒരു ക്യാൻറ്റീൻ വേണം, വേണ്ടേ? ക്യാൻറ്റീൻ വേണം. പിന്നെ പേഷ്യന്റ് ഹിയറിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പേഷ്യൻസിനെ കറക്റ്റ് ക്ഷമയോടുകൂടി ആ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. നമുക്ക് പേഷ്യൻസിന്റെ ഹിയറിംഗ്, പേഷ്യൻസിന്റെ ക്ഷമയോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ, നമ്മള് പേഷ്യൻസ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ആ കഴിഞ്ഞ അടുത്താൾ വരും, അങ്ങനെ നമ്മളങ്ങനെ അയക്കരുത്. അതല്ല, ഡോക്ടർമാരാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മളോട് ഇപ്പൊ എന്തെങ്കിലും മാനേജ്മെന്റിലായിരിക്കും, നമ്മൾ പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഷുറൻസിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡീൽ ചെയ്യാൻ വന്നത് ആരോടായിരിക്കും? ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടായിരിക്കും. ഇപ്പൊ നമ്മള് മാനേജ്മെന്റായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ അവര് നമ്മളോട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാറേ ഇത്രയും കാശിയായിട്ടുള്ളതില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ നമ്മള് അവരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. നമ്മൾ അവരെ ക്ഷമയോടുകൂടി നമ്മൾ കേൾക്കണം. അവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ പറയണം. എന്നിട്ട് നമ്മളൊക്കെ ഉണ്ടായത് അവർക്ക് ഇൻഷുറൻസ് എന്തായാലും നമ്മളത് റെഡിയാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അതാണ് പേഷ്യൻസിന് തിയറി. പേഷ്യൻസിന് നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കണം. പിന്നെ വെന്റിലേഷൻ വേണം. ഏതൊരു ഹോസ്പിറ്റലിലും മെയിൻ ആയിട്ട് വെന്റിലേഷൻ വേണം. വെന്റിലേഷൻ ഇല്ലാത്ത ഹോസ്പിറ്റലും ഉണ്ട്. വെന്റിലേഷൻ ഇല്ലാത്ത ഹോസ്പിറ്റൽ ഉണ്ട്. എന്റെ വാപ്പച്ചിക്ക് ആ കൊറോണ വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി, അത്രയും ദൂരത്തിൽ. അപ്പൊ വെന്റിലേഷൻ നിർബന്ധമാണ് ഹോസ്പിറ്റലിൽ. പേഷ്യൻസിന് പല അവസ്ഥയും വരാം, പല സീരിയസ് ആയ പേഷ്യൻസും വരും. പിന്നെ വാട്ടർ സപ്ലൈ, വെള്ളമില്ലെങ്കിൽ എന്തിനുള്ള എല്ലാ ഹോസ്പിറ്റലിൽ എന്ത് വേണം? മെയിൻ ആയിട്ട് വാട്ടർ വേണ്ടേ? അപ്പൊ വാട്ടർ സപ്ലൈ. പിന്നെ OPD ടൈമിങ്സ്, സമയക്രമം കറക്റ്റ് ആണ്. അതിന് ഒരേ കറക്റ്റ് ടൈമിങ്ങും ഫിറ്റ് ചെയ്ത് വെക്കണം, അതും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതിന്റെ അപ്പുറം കുറെ കാര്യങ്ങൾ വേണം. പക്ഷെ പ്രധാനമായിട്ടും ഒരു മാനേജിന്റെ കൺസെൻട്രേഷനിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇതൊന്നുമല്ല, കുറെ കാര്യങ്ങൾ ഇനിയും വേണം. ഒരു ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ഇതൊന്നും പോരാ. പക്ഷെ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. മെയിൻ ആയിട്ട് സാധാരണ ലെവലിൽ, സാധാരണക്കാരനായ ഒരു മാനേജ്മെന്റിന്റെ കൺസിഡറേഷനിൽ സാധാരണ വേണ്ട കാര്യങ്ങള് പബ്ലിക് റിലേഷൻ, വാംത്ത്, റെസ്പെക്ട്, മിനിമം വെയിറ്റിംഗ്, ക്ലീനിങ്നെസ്, ഗുഡ് ആംബിയൻസ്, ക്യാൻറ്റീൻ, പേഷ്യന്റ് ഹിയറിംഗ്, വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ, OPD ടൈമിങ്സ്. ഓക്കെ അല്ലേ? ഇത് എല്ലാവരും പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു ഇത്തിരി ഇറങ്ങിയൊക്കെ പോയിട്ട് വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, ആരും ലീവ് ചെയ്ത് പോകരുത്. നമ്മൾ 1/2 മണിക്കൂർ കൂടി ക്ലാസ് എടുക്കും. ചുമ്മാ പോയിട്ട് ഓടി വന്നാൽ മതി. ഓക്കെ, 5 മിനിറ്റ്. ഓക്കെ.
ഹലോ, എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചാ? വെള്ളമൊക്കെ കുടിച്ചാ എല്ലാവരും? ഓക്കെ, എല്ലാവരും റെഡി ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമ്മള് OPDയുടെ പ്രോസസ്സ്, അതിന്റെ എങ്ങനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് വരുന്നതെന്ന്. ഒരു പേഷ്യന്റ് നമ്മളപ്പ ഇതിങ്ങനെ OPD പ്രോസസ് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ അറൈവിംഗ് അറ്റ് OPD, നമ്മൾ എവിടെ എത്തി? ഫസ്റ്റ് എത്തി. പേജ് നമ്പർ 27, 28 ആയിരിക്കും. 28, പേജ് നമ്പർ 28. സഫീന, നമ്മൾ എടുത്തതിന്റെ ബാക്കി തന്നെയാണ് എടുക്കണത്. പേജ് നമ്പർ 28. 8 അല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ കറക്റ്റ് പേജ് നമ്പർ. ഓക്കെ, അപ്പൊ നമ്മള് OPD പ്രോസസ്സ് ഞാൻ സ്ക്രീനിൽ കാണുന്നില്ലേ? ഓക്കെ, 28. അപ്പൊ ഇതില് അറൈവിംഗ് അറ്റ് OPD, നമ്മൾ ഫസ്റ്റ് തന്നെ എവിടെ എത്തി? അറൈവിംഗ് എത്തിയത് എവിടെയാണ്? റിസപ്ഷനിൽ. ഫസ്റ്റ് എത്തിയത് എവിടെ? റിസപ്ഷനിൽ എത്തി. ഓക്കെ, നമ്മൾ റിസപ്ഷനിൽ എത്തി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. നമ്മുടെ പേര് പറയും, വയസ്സ് പറഞ്ഞ് നമ്മൾ OP ചാർട്ട് എടുക്കില്ലേ? രജിസ്ട്രേഷൻ എടുക്കും. അപ്പൊ ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ, അപ്പൊ നമ്മൾക്ക് എന്ത് തരും? ഒരു ടോക്കൺ നമ്പർ കിട്ടും ഇല്ലേ? നമുക്ക് എന്ത് തരും? ഒരു നമ്പർ കിട്ടും, ടോക്കൺ നമ്പർ. നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ ഡോക്ടറെ കാണാൻ? ഫസ്റ്റ് തന്നെ നമ്മൾ എവിടെ എത്തി? അറൈവിംഗ് എന്ന് വെച്ചാ എത്തുക. നമ്മൾ എത്തി എവിടെ? OPD ഡോക്ടറെ കാണാൻ OPD വരെയാണ്. ഹോസ്പിറ്റലിൽ എത്തി, റിസപ്ഷനിൽ വന്നു, രജിസ്ട്രേഷൻ വന്നു, രജിസ്റ്റർ ചെയ്തു, ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ, നമ്മള് ടോക്കൺ നമ്പർ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യണേ? നമ്മള് വെയിറ്റിംഗ് റൂം, നമ്മൾ ടോക്കൺ നമ്പർ എടുത്തിട്ട് എന്താ ചെയ്യണേ? വെയിറ്റ് ചെയ്യണേ, ഡോക്ടറെ കാണണ്ടേ? അപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണാൻ പോണ്. കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ, ഡോക്ടറെ കാണാൻ പോണ് അല്ലേ? ഡോക്ടറെ കാണാൻ പോകുമ്പോ എന്ത് ചെയ്യും? ചിലപ്പോ ഡോക്ടർ എടുത്ത് കൊടുക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും, എക്സ്റേ എടുക്കാൻ കൊടുക്കും. കൈയൊടിഞ്ഞ് കാലെങ്ങാനും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും ഇല്ലേ? അപ്പൊ നമ്മൾ നേരെ എവിടെ പോകും? ഇൻവെസ്റ്റിഗേഷൻസ്. എവിടെ പോവും? ഇൻവെസ്റ്റിഗേഷൻസ്. എന്തെങ്കിലും എക്സ്റേ അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോവും? ഇൻവെസ്റ്റിഗേഷൻസ്. അതാണ് ഇൻവെസ്റ്റിഗേഷൻസ് പറയണത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ലാബിലും, എക്സ്റേ എടുക്കാനാണെങ്കിൽ എക്സ്റേയിലും പോണതാണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതില്ലാത്തവർക്ക് എന്താ അഷ്വറൻസ് ഓഫ് മെഡിക്കൽ ചിട്ടി എന്ന് വെച്ചാൽ എന്താ? ഇഷ്യൂവൻസ് എന്ന് വെച്ചാൽ എന്താ? വിതരണം കൊടുക്കാം വെച്ചാൽ എന്താ? ചീട്ട് കൊടുക്കാം, മെഡിക്കൽ ചീട്ട് കൊടുക്കാം അല്ലേ? നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് മരുന്ന് മേടിച്ചു, ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്തു, നമ്മളെ പരിശോധിച്ചു. അപ്പൊ നമ്മൾ കൺസൾട്ടേഷൻ ഡോക്ടറെ മുമ്പിൽ ഇരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി എല്ല് ഒടിഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ, ഒരു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിന് പോയി, എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുത്ത് വന്ന് ഡോക്ടർ അത് നോക്കി. വീണ്ടും നമ്മൾ എവിടെ വരും? കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. നമ്മൾ എക്സ്റേ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഡോക്ടർ എടുത്തിട്ട് വന്നേ, ഡോക്ടർ നോക്കണ്ടേ? അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് എന്ത് പറഞ്ഞു?
ചെറിയൊരു വഴിയുള്ളൂ, നിങ്ങൾക്ക് മരുന്ന് തരാം. അപ്പൊ നമുക്ക് മെഡിക്കൽ ചീട്ട് തരും, മരുന്നിന്റെ ചീട്ട് തരും. ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ചീട്ട്, ഇഷ്യൂവൻസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ അതന്നെ, പ്രിസ്ക്രിപ്ഷൻ തരും. ആ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കും? അറൈവിംഗ് അറ്റ് ഫാർമസി. ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നമ്മൾ എവിടെ വന്നു? ഫാർമസിയിലെത്തി. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് ആലോചിച്ച് നോക്കിയേ. നമ്മളാണ് ഒരു പേഷ്യന്റ്, നമ്മളാണ് ഹോസ്പിറ്റലിലോട്ട് പോണത്. അപ്പൊ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് പോകുമ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് കിട്ടും. അറൈവിംഗ്, നമ്മൾ ഫാർമസിയിലെത്തി. ഫാർമസിയിലെത്തി കഴിഞ്ഞപ്പോ നമ്മൾ മരുന്ന്, അതിനു മുമ്പ് ചില പേഷ്യൻസിന് നമ്മൾ ഫാർമസിയിലെത്തി, പക്ഷെ ചില പേഷ്യന്റ് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ, അവിടെ ഒന്ന് വീണ്ടും ചെന്നേ നിങ്ങള്. കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ അടുത്തേക്ക് ഒന്നും കൂടി വന്നു. അവിടെ വന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എടുത്തു. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എടുത്തപ്പോ ചിലപ്പോ എക്സ്റേ ഭയങ്കര സീരിയസ് ആയ എക്സ്റേ ആയിരിക്കും, അത് ആ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ല. എക്സ്റേ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ പേഷ്യന്റിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞ പോലെ വേറെ എന്തോ അസുഖമാണ്, ക്യാൻസർ ആണെന്ന് വിചാരിക്കാം. ക്യാൻസർ കണ്ടുപിടിച്ചു, ടെസ്റ്റ് ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോ ക്യാൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രോഗിനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ആ പേഷ്യന്റ് എന്ത് ചെയ്യും? റെഫർ ചെയ്യും. അതാണ് അതിന്റെ താഴെ ആര് വിട്ടേക്കണേ? റെഫറൽ എന്താ? സ്പെഷ്യൽ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റെഫർ ചെയ്യും. ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഓങ്കോളജി ഡോക്ടർക്കാണ് റെഫർ ചെയ്യുക. ഏത് ഡോക്ടർക്കാ? ഓങ്കോളജി ഡോക്ടർക്ക്. ക്യാൻസറിനൊക്കെ നോക്കുന്ന ഡോക്ടർ പറയണത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, അവർക്ക് ഓങ്കോളജി ആണ്. അപ്പൊ ഓങ്കോളജി അവിടെ ഉണ്ടാവില്ല, ഓങ്കോളജി ഡോക്ടർ അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? വേറെ ഹോസ്പിറ്റലിൽ, ഓങ്കോളജി ഉള്ള ഹോസ്പിറ്റൽ നോക്കി അവര് റെഫർ ചെയ്യും. അപ്പൊ ഓങ്കോളജി ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. ഓക്കെ, അങ്ങനെ റെഫർ ചെയ്യുമ്പോ അവർക്ക് പിന്നെ കിട്ടണത് എന്താ? അറൈവിംഗ് അറ്റ് ഫാർമസി. അവർക്ക് ഇവിടെ വന്നത് എന്തിനായിരിക്കും? വേറെ എന്തെങ്കിലും അസുഖത്തിന് വന്നു, ടെസ്റ്റ് ചെയ്തു. തൽക്കാലം അവർക്ക് ഓങ്കോളജി ഡോക്ടറെ അടുത്തേക്ക് അവര് ചിലപ്പോ ഇന്ന് പോകില്ലായിരിക്കും. അവരെങ്ങനെയായിരിക്കും? നമ്മൾ ഇന്ന് തന്നെ, ചിലവരാണെങ്കിൽ ഇന്ന് ഡോക്ടറെ കണ്ട് പെട്ടെന്ന് വൈകുന്നേരം ആയ നമ്മൾ പറയും നാളെ നിങ്ങൾ ഇന്ന് ഡോക്ടർ ഇന്ന് തന്നെ എമർജൻസി കേസ് ആണെങ്കിൽ പറയും ഇപ്പൊ തന്നെ നിങ്ങൾ സ്പീഡിൽ പോയിക്കോ, ആംബുലൻസ് സർവീസ് ഉണ്ടെന്ന് പറയും. നമുക്ക് ആംബുലൻസ് വരും. അതല്ല, സാധാരണ റെഫർ ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഡോക്ടർ ഇരിക്കുള്ളൂ. എല്ലാ ഹോസ്പിറ്റലിലും ഓങ്കോളജി ഡോക്ടർ ചിലപ്പോ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ 2 ദിവസം ഇരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർക്ക് റെഫർ ചെയ്യുമ്പോൾ ഈ 2 ദിവസം അവർക്ക് കഴിക്കാനുള്ള മരുന്ന്, ഒരു പ്രിസ്ക്രിപ്ഷൻ അവർ കൊടുക്കും. അപ്പൊ അതും കൊണ്ടിട്ട് അവര് റെഫർ ചെയ്ത ഈ ഡോക്ടർ എവിടേക്ക് പോരും? അറൈവിംഗ് അറ്റ് ഫാർമസി. മനസ്സിലായ? നേരിട്ട് ഒന്നുമില്ലാണ്ട്, അസുഖം ഒന്നുമില്ല, അവർക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു, അങ്ങനെ അവർക്ക് നേരിട്ട് ഫാർമസിക്ക് വരാം. അല്ലെങ്കിൽ റെഫർ ചെയ്ത പേഷ്യൻസിനും എവിടേക്ക് വരാം? ഫാർമസിയിൽ വരാം. റെഫർ ചെയ്തത് നാളെ മറ്റന്നേ അവർ പോവുള്ളൂ, അവർ ഇന്ന് പോണില്ല മരുന്ന് കഴിക്കാൻ. അപ്പൊ അവർക്ക് ഇന്ന് കഴിക്കണ്ടേ? ഇന്ന് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് തൽക്കാലം അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് ഒരു മരുന്ന് നമ്മുടെ ഫാർമസിയിൽ കിട്ടും. അറൈവിംഗ് അറ്റ് ഫാർമസി. അങ്ങനെ അവർ ഫാർമസിയിൽ വന്നു, ടോക്കൺ നമ്പർ എടുത്തു. ഫാർമസിയിൽ വന്നാൽ എന്ത് ചെയ്യണം? ക്യൂ ഉണ്ടാവും. ഫാർമസി വന്നപ്പോ ഭയങ്കര ക്യൂ. അപ്പൊ അവരെന്ത് കൊടുക്കും? ഒരു ടോക്കൺ നമ്പർ കൊടുക്കും. ആ ടോക്കൺ നമ്പറും പിടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണേ? അവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കളക്ഷൻ ഓഫ് മെഡിസിൻ, വെയിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് നമ്മുടെ പേര് വിളിച്ചു. അപ്പൊ നമുക്ക് മെഡിസിൻ തന്നു ഇല്ലേ? അപ്പൊ നമ്മൾ ആ മെഡിസിൻ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. കളക്ഷൻ ഓഫ് മെഡിസിൻ. ആ മെഡിസിൻ നമ്മൾ കളക്ഷൻ ചെയ്തു. കളക്ഷൻ ഓഫ് മെഡിസിൻ. നമ്മൾ മെഡിസിൻ വാങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യും? ഡിപ്പാച്ചർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പുറത്തേക്ക് പോകും, വീട്ടിലോട്ട് തിരിച്ചു പോകും. മനസ്സിലായ? എല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകും. ഒന്നുകൂടി പറയാം, OPDയുടെ പ്രോസസ് ആണ് ഇത്. എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കണേന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ അറൈവിംഗ് OPDയിൽ വന്നു, റിസപ്ഷനിൽ വന്നു, രജിസ്റ്റർ ചെയ്തു, പിന്നെന്താ? ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം കൺസൾട്ടേഷൻ, ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്തു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിന് വിട്ടു. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, തിരിച്ച് നേരെ വീണ്ടും ഡോക്ടർ മുമ്പിൽ വന്നു. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു നേരെ എവിടേക്ക് പോകും? റെഫറൽ സ്പെഷ്യലോട്ട് പോകും. സ്പെഷ്യലായിട്ട് നമുക്ക് റെഫറൽ ചെയ്യും. റെഫർ ചെയ്യാത്ത പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അഷ്വൻസ് ഓഫ് മെഡിക്കൽ ചീട്ട് എടുക്കും, വിതരണം ചീട്ട് കൊടുക്കും, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും.
ആഷ്വൻസ് ഓഫ് മെഡിക്കൽ ഷീറ്റിന്റെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ കൊടുക്കണ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ, അതും കൊണ്ട് നമ്മള് അറൈവിംഗ് അറ്റ് ഫാർമസിയിൽ വന്നു. അവിടെ വന്നപ്പോ ഭയങ്കര തിരക്ക്. അപ്പൊ നമുക്കൊരു ടോക്കൺ തന്നു. ടോക്കൺ മേടിച്ച് നമ്മൾ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോ കുറെ കഴിഞ്ഞ് തിരക്കൊക്കെ മാറി നമുക്ക് മെഡിസിൻ തന്നു. നമ്മൾ ആ മെഡിസിൻ കളക്ട് ചെയ്ത് നമ്മൾ എവിടേക്ക് പോവേണ്ടേ, ഡിപ്പാർച്ചർ, നമ്മള് വീട്ടിലോട്ട് പോയി, പുറത്തേക്ക് പോയി. ഓക്കെ, ഇതാണ് OPDയുടെ പ്രോസസ്സ്. ഇതാണ് OPDയുടെ പ്രോസസ്സ്. ഓക്കേണാ? ഓക്കേണാ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, മാനേജ്മെന്റ് സ്ട്രക്ചർ നോക്കാം നമുക്ക്. ഇതൊക്കെ കഴിഞ്ഞു. ഇനി മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ, മാനേജ്മെന്റിന്റെ ഘടന. നമ്മളെല്ലാം എന്താ പഠിക്കണേ? നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ എന്താ പഠിക്കണേ. നമ്മളാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അല്ലെ? വലിയൊരു സ്ഥാനമാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോ തന്നെ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഏറ്റവും വലിയ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. ഫുള്ള് ഡീപ്പായിട്ടല്ലെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ റോൾ ആർക്കുണ്ട്, നമുക്കുണ്ട്, ഇല്ലേ? നമ്മൾ അത്രയും ഒരു പൊസിഷനാണ്. അതാണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. മാനേജ്മെന്റിന്റെ ഘടന എന്താന്ന് നോക്കാം നമുക്ക്. എന്താ? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. എന്താ? നമ്മൾ പേഷ്യൻസിനോട് എങ്ങനെയായിരിക്കണം? പേഷ്യൻസിനോട് നമ്മൾ ഇടപഴകേണ്ടത് ഫ്ലോ ഓഫ് പേഷ്യന്റ് എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആയിട്ടായിരിക്കണം, അല്ലേ? ഭയങ്കര സ്മൂത്ത് ആയിട്ട്, ഈസി ആൻഡ് ക്വിക്ക്, പെട്ടെന്ന് കിട്ടാൻ പാകത്തിലായിരിക്കണം. അതായിരിക്കണം മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ. മാനേജ്മെന്റിന്റെ എങ്ങനെയായിരിക്കണം? സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അണ്ടർലൈൻ ചെയ്തിടാ. സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. ഫ്ലോ ഓഫ് പേഷ്യൻസിന്റെ നമ്മൾ മാനേജ് പേഷ്യൻസിന്റെ എങ്ങനെയായിരിക്കണം? ഓക്കെ, നെക്സ്റ്റ് എന്താ? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അത്യാവശ്യം ആ ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കണം? ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരിക്കണം, ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടായിരിക്കണം, വേണ്ടേ? അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയണ്ടേ അവിടെ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന്? അറിയണ്ടേ? അപ്പൊ ഇന്ന ഇത്രയും ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ അത്രയും സ്റ്റാഫ് ഉണ്ടായിരിക്കണം. സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്, ആവശ്യത്തിന് സ്റ്റാഫ് എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ഓക്കെ, പിന്നെന്താ? പാർക്കിംഗ്. അത് ഇമ്പോർട്ടന്റ് ആണ്. പാർക്കിംഗ് ഇല്ലെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇതില്ല. പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? പേഷ്യൻസിനെ കൊണ്ടുവരാനായിട്ട് വണ്ടികള്, കാറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം വേണ്ടേ? എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ടാവും? പാർക്കിംഗ് സൗകര്യം ഉണ്ടാവും. ഇതാണ് മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ. 3 സ്ട്രക്ചർ ഉള്ളൂ. മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ 3 സ്മൂത്ത് ആയിരിക്കണം, ഈസി ആയിരിക്കണം, ക്വിക്ക് ആയിരിക്കണം. പിന്നെ സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്, ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം, പാർക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD എന്ന് വെച്ചാൽ എന്താ? ഔട്ട് പേഷ്യന്റ്, OPD ഔട്ട് പേഷ്യന്റിന്റെ സംഘടനാ ഘടകങ്ങൾ, കമ്പോണൻസ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിന്റെ സംഘടന, ഓർഗനൈസേഷണൽ. ഒരു ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഒരു ഫുള്ള് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു ഘടന, ഒരു കമ്പോണൻസ്, ഒരു ഫുള്ള് ആൾക്കാരുണ്ടാവും. അതാരൊക്കെയാണ്? ഫസ്റ്റ് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കണം, വേണ്ടേ? അത് ഇമ്പോർട്ടന്റ് അല്ലേ? മെഡിക്കലിൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അവിടെ ഉള്ള ആൾക്കാർ മാത്രം മതിയാ? വേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് മെഡിക്കൽ സ്റ്റാഫ് വേണം. അത് പരിശോധിക്കാൻ, ഒരു പേഷ്യന്റ് വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതെങ്ങനെയുള്ളതായിരിക്കണം? സെൻട്രൽ ടു ഓർഗനൈസേഷൻ. അതിന്റെ അതിന്റെ കേന്ദ്രം ആണ് മെഡിക്കൽ സ്റ്റാഫ്. ആ ഹോസ്പിറ്റലിന്റെ മെയിൻ സെൻട്രൽ ഭാഗം, മെയിൻ കേന്ദ്രം എന്താ? മെഡിക്കൽ സ്റ്റാഫ്, അല്ലേ? ആ ഹോസ്പിറ്റലിൽ ആരെന്തൊക്കെ ഉണ്ടായാലും ഒരു മെഡിക്കൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റൻസ് തന്നെ നിലനിന്ന് പോണത് ആ മെഡിക്കൽ സ്റ്റാഫിന്റെ ഇതിലാണ്. അതാണ് കേന്ദ്രം, സെൻട്രൽ ടു ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ആ ഒരു ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന്റെ സെൻട്രലാണ് മെഡിക്കൽ സ്റ്റാഫ്. പിന്നെ ആരുണ്ടായിരിക്കണം? നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം, വേണ്ടേ?
നമുക്ക് മരുന്ന് തരാനും ഇഞ്ചക്ഷൻ ചെയ്യാനും ഡ്രസ് ചെയ്യാനും ഒരു അസിസ്റ്റന്റ് ചെയ്യാനൊക്കെ ആര് വേണം? നഴ്സിംഗ് സ്റ്റാഫ് വേണം. നഴ്സിംഗ് സ്റ്റാഫ് 2 തരത്തിലുണ്ട്. നഴ്സസും ഉണ്ട്, ANM ഉണ്ട്. ANM എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. എഴുതി വെച്ചോ, ANM, ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. എഴുതി എല്ലാരും? ANM. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ 2 തരത്തില് നഴ്സുമാരും, ഒരു മെയിൻ നഴ്സും ഒരു അസിസ്റ്റന്റും ഉണ്ടാവും, ഇല്ലേ? അതാണ് നഴ്സസ് ആൻഡ് ANMs എന്ന് പറയണത്. അസിസ്റ്റന്റ് എന്താ? ANM, ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. അപ്പൊ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം ANM. പിന്നെ ആരാ? സബ്സർവിയന്റ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. സബ്സർവിയന്റ് എന്ന് വെച്ചാല് വേറെ സ്റ്റാഫുകൾ. അതാരാ? റേഡിയോളജി, ലാബോറട്ടറി ആൻഡ് ECG, പിന്നെ എക്സ്റേ, ലാബ് ഇതൊക്കെ പെടും. ഇങ്ങനെയുള്ള സ്റ്റാഫും വേണ്ടേ? പേഷ്യന്റിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നഴ്സും ഡോക്ടറും പരിശോധിച്ചു. പക്ഷെ എന്തെങ്കിലും സ്കാൻ ചെയ്യാനോ എക്സ്റേ എടുക്കാനോ ECG എടുക്കാനൊക്കെ ആര് വേണം? അതെടുക്കാൻ അറിയുന്ന സ്റ്റാഫ് വേണ്ടേ? അതാണ് സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആക്സിലറി നഴ്സിംഗ്, മറ്റേതാ ആക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. മിഡ്വൈഫറി MIDWYFERY, മിഡ്വൈഫറി, ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. ഓക്കെ. പിന്നെ സബ്സർവിയന്റ് സ്റ്റാഫ്. സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നതാണ് റേഡിയോളജി, ലാബോറട്ടറി ആൻഡ് ECG. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഒരാളും കൂടി വേണം, ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലർക്ക് വേണ്ടേ? അവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നഴ്സുമാരും മറ്റ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രം മതിയ, അതിന് വേണം ക്ലറിക്കൽ സ്റ്റാഫ് വേണം. അപ്പൊ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ കമ്പോണൻസ് ആ പറഞ്ഞത്. ഹോസ്പിറ്റലിന്റെ കമ്പോണൻസ്, അതിന്റെ ഘടകങ്ങൾ മനസ്സിലായ? ഒരു ഹോസ്പിറ്റലിന്റെ ഘടകത്തില് മെഡിക്കൽ സ്റ്റാഫ് വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, സബ്സർവിയന്റ് സ്റ്റാഫ് വേണം, ക്ലറിക്കൽ സ്റ്റാഫ് വേണം. സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് വെച്ചാൽ റേഡിയോളജി, ലാബോറട്ടറി ആൻഡ് ECG. ഓക്കെ. സബ്സർവിയന്റ് സ്റ്റാഫ് ആരും മറക്കണ്ട, ഒന്നുകൂടി വായിച്ചോ. അത് അണ്ടർലൈൻ ചെയ്തില്ല, ചിലപ്പോ ചോദിക്കും. സബ്സർവിയന്റ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മറ്റ് സ്റ്റാഫ് എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. നമ്മൾ സബ്സർവിയന്റ് എന്നുള്ള വാക്കൊന്നും അധികം പേരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാനിപ്പോ ശരിക്കും സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ അറിയണത് തന്നെ. അപ്പൊ നമ്മൾ അതിന് എന്താ വേണം? അപ്പൊ അത് ചിലപ്പോ എക്സാമിന് ചോദിക്കും. നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതായിരിക്കും എക്സാമിന് അവർ നുഴഞ്ഞു ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ള പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ റേഡിയോളജി ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് സ്റ്റാഫിൽ പെടും എന്ന് ചോദിച്ചിട്ട് മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ക്ലിനിക്കൽ സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ് ഒക്കെ തരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് വായിക്കാത്ത, ഇത് മനസ്സിലാകാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വിചാരിക്കും സബ്സർവിയന്റ് എന്ന് പറയാം. സബ്സർവിയന്റ് എന്ന് പറയണത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റാഫ് ഹോസ്പിറ്റലിൽ ഉണ്ടാവാൻ വഴിയില്ല. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും, ചിലപ്പോ നഴ്സിംഗ് സ്റ്റാഫ് ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ അത് എഴുതി വെക്കും. നമ്മളെ കൺഫ്യൂഷൻ അടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിടാം. സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് റേഡിയോളജി, ലാബോറട്ടറി അല്ലെങ്കിൽ ECG, മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യില്ലേ? ഇത് മാത്രല്ല, ലാബോറട്ടറി, ബ്ലഡ്, റേഡിയോളജി, പിന്നെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ വരും ഇതിന്. സബ്സർവിയന്റ് സ്റ്റാഫിൽ അതൊക്കെ പെടും. നഴ്സിംഗ് അല്ലാത്ത ബാക്കി എന്തു പേഷ്യന്റിന് ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. ഓക്കെ. ക്ലറിക്കൽ സ്റ്റാഫ് ഒന്നും കൂടെ പറയോ? ക്ലറിക്കൽ സ്റ്റാഫ് ഒന്നുമില്ല. ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ? ക്ലറിക്കൽ ഹോസ്പിറ്റലില് നമുക്ക് ഫയൽ എടുത്തരാൻ ആര് വേണം? ഒരു പേഷ്യന്റ് വന്നു, റിസപ്ഷനിൽ വന്നു, രജിസ്റ്റർ ചെയ്തു, പേഷ്യന്റിന്റെ ഫയൽ എടുത്തു തരാൻ നമുക്ക് ക്ലർക്ക് വേണ്ടേ? അതാണ് ക്ലറിക്കൽ സ്റ്റാഫ്. എന്തെങ്കിലും എടുത്തരാന്. അപ്പൊ ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ എടുക്കുന്ന ആള്, നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ആള്. പിന്നെ ആരാ? നമ്മളെ വീൽ ചെയറിൽ പേഷ്യന്റിനെ എന്തെങ്കിലും വന്നു പോയാ നമ്മൾ ലിഫ്റ്റിൽ കൊണ്ടുപോകണം. ചിലപ്പോ നടക്കാൻ പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ ലിഫ്റ്റിൽ കൊണ്ടുപോകണം. അപ്പൊ ലിഫ്റ്റിൽ ആര് വേണം? ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ വേണം. അതും ഏതിൽ പെടും? ക്ലറിക്കൽ സ്റ്റാഫിൽ പെടും, വേണ്ടേ? പിന്നെ അറ്റൻഡർ, ക്ലറിക്കൽ സ്റ്റാഫിൽ അറ്റൻഡർ പെടും. അറ്റൻഡർ ചെയ്യുന്ന വർക്ക് എന്താ? അവരും ഇതുപോലെ തന്നെയല്ലേ? അതന്നെ, പേഷ്യൻസിനെ വീൽ ചെയറിൽ കൊണ്ടുപോകണം, സ്ട്രക്ചറിൽ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്റ്റാഫ് വേണം. അങ്ങനത്തെ ഉള്ള സ്റ്റാഫാണ് ക്ലറിക്കൽ സ്റ്റാഫ്. മനസ്സിലായ? ഇതെല്ലാരും എന്തിലടങ്ങിയിരിക്കും? ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കമ്പോണൻസ്, അതിന്റെ ഘടകത്തിൽ പെട്ടതാണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ?
ഓഫീസ് സ്റ്റാഫ് വരും. ഓഫീസ് സ്റ്റാഫ് ക്ലറിക്കൽ സ്റ്റാഫിന് വരില്ല. ക്ലർക്ക് അവര് ഹെൽപ്പ് ചെയ്യണതല്ലേ, അവര് ഓഫീസ് സ്റ്റാഫ് വരില്ല, അവർക്ക് സെപ്പറേറ്റ് വരും. ഓഫീസ് സ്റ്റാഫ് ഇല്ലെങ്കിലും ഇത്രയും കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാം. മനസ്സിലായ? ഒരു ഡോക്ടർ ഉണ്ടായാലും ഒരു നേഴ്സ് ഉണ്ടായാലും പിന്നെ റേഡിയോളജി അങ്ങനത്തെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കൊണ്ടുപോവാം? വാച്ച്മാൻ വരുമോ? വാച്ച്മാൻ ഒക്കെ വരും, അവരൊക്കെ ക്ലറിക്കലാണ്, അവരൊക്കെ വരും. ഒരു പേഷ്യന്റിനെ കാറിൽ കയറ്റണമെങ്കിലും ആര് വേണം? ഇത്രയും പേര് അത്യാവശ്യം വേണം. പിന്നെ റിസപ്ഷനിൽ പിന്നെ നമ്മൾ പറഞ്ഞു ഓഫീസ് സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് ഫയൽ എടുക്കാൻ, അത് എടുക്കാൻ, ഇത് എടുക്കാൻ, അത് അതിന്റെ കാര്യങ്ങൾ. പക്ഷെ അത് പിന്നീട് ഹോസ്പിറ്റലിൽ വികസിച്ചൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് എന്ത് വേണം? ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഘടകങ്ങളാണ്. ഓക്കെ, റിസപ്ഷനൊന്നും ഓഫീസിൽ ഇരിക്കുന്നവർക്കൊന്നും അത്രയും മുൻഗണനയില്ല. അവര് വല്ല ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെ വന്നു എന്നൊക്കെ ചോദിക്കാനും കാശ് വാങ്ങാനും അതിന് മാത്രം. ഇപ്പൊ ഇവിടെ മെഡിക്കൽ സ്റ്റാഫ് ആയാലും നഴ്സിംഗ് സ്റ്റാഫ് ആയാലും എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. പക്ഷെ ഡോക്ടർ ഇല്ലാണ്ട് ഒരു രോഗിയെ പരിശോധിക്കാൻ പറ്റില്ല. നഴ്സ് ഇല്ലാണ്ട് ആ രോഗിക്ക് ഡോക്ടർ കൊടുത്താലും ഈ ഡോക്ടർമാർക്ക് ഒക്കെ പറ്റില്ല, നഴ്സുമാര് വേണം. പിന്നെ എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ ഇവർക്കറിയില്ല, അത് പഠിച്ചവർ തന്നെ വേണം. അപ്പൊ അതിന് സബ്സർവിയന്റ് സ്റ്റാഫ് വേണം. പിന്നെ ക്ലറിക്കില് പേഷ്യന്റിനെ ഒന്ന് കൊണ്ടുപോകാനും അങ്ങോട്ട് എടുക്കാനും ഇങ്ങോട്ട് എടുക്കാനും പിന്നെ അത്യാവശ്യം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കൊക്കെ ആര് വേണം? ക്ലറിക്കൽ സ്റ്റാഫ് വേണം. ഇത്രയും ഘടകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഈ 4. ബാക്കിയൊക്കെ അതിനപ്പുറത്തേക്കാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ ടൈമായ? പ്രോബ്ലംസ് അറ്റ് OPD. പ്രോബ്ലംസ് 2 പ്രോബ്ലംസ് ഉണ്ട്. എടുക്കണോ? നിങ്ങൾക്കിപ്പോ നേരത്തെ പോണം താല്പര്യം ആരൊക്കെ ഉണ്ട്? 3 മണിക്ക് നിർത്താം. പക്ഷെ ഇപ്പൊ പറഞ്ഞു 1 മണിക്കൂർ കൂടി എടുത്തോളൂ എന്ന് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ. എടുക്കണോ വേണ്ടേ? നിങ്ങൾ പറയണ പോലെ എടുക്കാം. പിള്ളേരെ കൊണ്ടുവരാൻ പോണം. ഓക്കെ, 3D. ഓക്കെ, മതി മിസ്സേ. ഓക്കെ, ബോറടിച്ചല്ലേ? ശരിയാണോ? 1.5 മണിക്കൂർ ഈ ഹോസ്പിറ്റലിൽ കേട്ട് എടുത്തോളൂ. സുഹൈന എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ലെഫ്റ്റ് ആക്കുവേ. പ്രീതി ഓക്കെ, പ്രീതി ലെഫ്റ്റ് ആയിരിക്കോ? പ്രീതി ഓക്കെ മിസ്. ഓക്കെ ഓക്കെ ഓക്കെ, മതി. ഓക്കെ ഓക്കെ, എടുക്കൂ. കുറച്ചുപേര് എടുത്തോളൂ. ടയേർഡായി. ഓക്കെ ഓക്കെ, എല്ലാവരും ടയേർഡായി. ശരി എന്നാ. ഓക്കെ, ബോറടിക്കും. നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ബോറടിക്കും. പിന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാ ശരി, എടുക്കണില്ല. കുറച്ചുപേര് എടുത്തോളാൻ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, നിങ്ങളെ ബോറടിപ്പിക്കണില്ല. എനിക്ക് എടുത്തത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടല്ല? എടുത്തത് മനസ്സിലായിട്ടില്ലേ? ഉറക്കം. ഓക്കെ ഓക്കെ ഓക്കെ, എടുത്തതിൽ ഡൗട്ട് ഒന്നുമില്ലല്ല? ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ, എന്നാ താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വെൽക്കം.